ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വൃന്ദാവൻ PSC വേൾഡ്. അപ്പോൾ നമ്മൾ അസിസ്റ്റൻറ്റ് സെയിൽസ്മാന് വേണ്ടിയിട്ട് സ്റ്റഡി പ്ലാനൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ, 2 വീക്സിൻ്റെ കണ്ടു. ഈ വീക്കിൽ നമ്മൾ കുറച്ചധികം SCRT ചാപ്റ്റേഴ്സ് ബേസ് ചെയ്തിട്ട് നമ്മുടെ സിലബസിൽ പറഞ്ഞിട്ടുള്ള ചില സബ്ജക്ട്സിൻ്റെ പോർഷൻസാണ് നോക്കുന്നത്. ഓക്കെ, ഇപ്പോൾ 10th പ്രിലിംസിന് നമ്മൾ കവർ ചെയ്യാതെ പോയ പോർഷൻസാണ് ഈ ഒരാഴ്ചയിൽ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് വേൾഡ് ജിയോഗ്രഫിയിലെ തന്നെ SCRT ചാപ്റ്ററായിട്ട് 10th സ്റ്റാൻഡേർഡിൽ വരുന്ന കാറ്റിൻ്റെ ഉറവിടം തേടി എന്ന് പറയുന്നത്. നമ്മുടെ വേൾഡ് ജിയോഗ്രഫിയിൽ നിന്ന് നമുക്ക് കഴിയാൻ പോകുന്ന പോർഷൻസ് നമ്മൾ ഓൾറെഡി നോക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് വെച്ചിട്ട് പറയുമ്പോൾ, ഒന്ന് ഭൂമിയുടെ ഘടന, എർത്തിൻ്റെ സ്ട്രക്ചർ, പിന്നെ റോക്സ്, ഋതുക്കളും അല്ലെ ഋതുക്കളും. ഇപ്പോൾ ഈ ഒരു അന്തരീക്ഷ മർദ്ദവും കാറ്റും, അറ്റ്മോസ്ഫറിക് പ്രഷറും വിൻഡും, ഈ ഒരു ഏരിയ ഇത്രയും ഇത് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഏരിയാസ് ആണ് ഈ വേൾഡ് ജോഗ്രഫിയുടെ ഏരിയ കേട്ടോ. പിന്നെ ടോപ്പോഗ്രാഫിക് മാപ്സ് ഒക്കെ ഉണ്ട്, അതൊക്കെ 10ാം ക്ലാസ്സിലെ പാഠഭാഗത്തു നിന്നാണ് കൂടുതലായിട്ട് ചോദിക്കുന്നത്. അപ്പോൾ ആ ഒരു ഏരിയക്ക് നമ്മൾ SCRT പാഠഭാഗങ്ങളായിട്ട് തന്നെ എടുത്ത് നമുക്ക് കുറച്ചും കൂടെ ഡീറ്റെയിൽസ് നോക്കാം. ഇന്നത്തേൽ ഈ പറയുന്ന കാറ്റിന്റെ ഉറവിടം തേടി എന്ന് പറയുന്നില്ല, നമ്മൾ ഈ പറയുന്നത് കൂടാതെ കുറച്ച് എക്സ്ട്രാ കാര്യങ്ങളും കൂടെ പറയും. കാരണം അതും ഒരു ഡിഗ്രി ലെവൽ രീതിയിലും ഇപ്പോൾ 10th ലെവൽ എക്സാം ഒക്കെ ചോദിക്കുന്നതുകൊണ്ട് കുറച്ച് എന്നാൽ വളരെ ടഫ് അല്ലാത്ത കുറച്ച് കാര്യങ്ങൾ നമ്മൾ ജസ്റ്റ് പറഞ്ഞു പോകാട്ടോ. ഓക്കെ, നിങ്ങൾക്ക് ഇങ്ങനെ എടുക്കുന്നത് ഉപകാരപ്പെടുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ലൈക്ക് എങ്കിലും ചെയ്യാം കേട്ടോ. അപ്പോൾ മനസ്സിലാവുമല്ലോ നമുക്ക് ഇത് ഓക്കെയാണ്, മനസ്സിലാകുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ ദിവസം ഈ ഒരു പാഠഭാഗവും ഒപ്പം പറ്റുമെങ്കിൽ പോക്സോ ആക്ട്, സുപ്രധാന നിയമങ്ങളിലെ പോക്സോ ആക്ട്, പിന്നെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ഈ ഒരു വീക്കിൽ ഫെബ്രുവരി 2024 കറണ്ട് അഫയേഴ്സും നല്ലവണ്ണം നോക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം കേട്ടോ. ആദ്യമേ തന്നെ അവർ എന്താണ് അന്തരീക്ഷ മർദ്ദം എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അന്തരീക്ഷ വായു ചെലുത്തുന്ന ഭാരം, അറ്റ്മോസ്ഫിയറിൽ എന്താണ് വായു ചെലുത്തുന്ന ഒരു വെയിറ്റാണ് എന്ത് അറ്റ്മോസ്ഫറിക് പ്രഷർ എന്ന് പറയുന്നത്. ഇതിലുണ്ടാകുന്ന വ്യതിയാനങ്ങളാണ് കാറ്റുകൾക്ക് കാരണം, അഥവാ വിൻസിന് കാരണം എന്ന് പറയുന്നത്. ഇനി ഈ അന്തരീക്ഷ മർദ്ദത്തിലെ വ്യതിയാനങ്ങൾ എന്ന് പറഞ്ഞ് ഇവർ കുറച്ചധികം കാര്യങ്ങളോട് പറയുന്നുണ്ട്. ചതുരശ്ര സെൻറ്റിമീറ്ററിന് 1034 മില്ലിഗ്രാം എന്ന തോതിലാണ് ഭൗമോപരിതലത്തിൽ വായു ചെലുത്തുന്ന ശരാശരി ഭാരം. നമ്മളോട് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യനാണത് അല്ലേ. അതായത് എത്രയാണ് ഭൗമോപരിതലത്തിൽ അന്തരീക്ഷ വായു ചെലുത്തുന്ന ശരാശരി ഭാരം എന്നുള്ള രീതിയിലൊരു ചോദ്യം ചോദിച്ചാൽ അതിൻ്റെ ഉത്തരമാണ് ഇവിടെ കിടക്കുന്നത്. 1034 മില്ലിഗ്രാം പെർ ചതുരശ്ര സെൻറ്റിമീറ്റർ. ഓക്കെ, ദെൻ രസബാരോമീറ്റർ അഥവാ മെർക്കുറി ബാരോമീറ്റർ എന്ന ഉപകരണം ഉപയോഗിച്ചാണ് അളക്കുന്നത് എന്ന് പറയുന്നുണ്ട്. അതുപോലെ മില്ലിബാർ, ഹെക്ടോ പാസ്കൽ എന്നീ ഏകകങ്ങൾ അതായത് യൂണിറ്റ്സ് ആണ് ഉപയോഗിക്കുന്നത് അല്ലേ. ശരാശരി അന്തരീക്ഷ മർദ്ദത്തിൽ രസത്തിൻ്റെ നിരപ്പ് അത് നിറച്ചിട്ടുള്ള സ്ഫടികക്കുഴലിൽ 76 സെൻറ്റിമീറ്റർ ആയിരിക്കും. അപ്പോൾ ഇവിടെ ബാക്കി ഈ പറയുന്ന യൂണിറ്റ് കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ഇതിൽ പറഞ്ഞിട്ടുള്ളൊരു കാര്യം നോക്കി, ശരാശരി അന്തരീക്ഷ മർദ്ദത്തിൽ രസത്തിൻ്റെ നിരപ്പ്, അതായത് മെർക്കുറി എന്ന് പറയുന്ന ആ ഒരു സംഭവം ഉണ്ടല്ലോ, അതിൻ്റെ ഇത് എത്രയായിരിക്കും എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. നിരപ്പ് എത്രയാണ്? 76 സെൻറ്റിമീറ്റർ ആയിരിക്കും. അപ്പോൾ കാണിക്കുന്ന അന്തരീക്ഷ മർദ്ദം 1013.2 മില്ലിബാർ അഥവാ 1013.2 ഹെക്ടോ പാസ്കലാണ്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ ചോദ്യം ചോദിക്കാം, വളരെയധികം ഫാക്ച്വലായിട്ട് ചോദിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഭാഗങ്ങൾക്ക് ഇതിൽ നിന്ന് വരാം. ഓക്കെ, പിന്നെ എങ്ങനെയാണ് ഓരോ ഘടകങ്ങൾ അന്തരീക്ഷ മർദ്ദത്തിനെ സ്വാധീനിക്കുന്നത് എന്നുള്ളതാണ് പിന്നീട് അങ്ങോട്ട് പറയുന്നത്. അന്തരീക്ഷ മർദ്ദത്തെ സ്വാധീനിക്കുന്ന മെയിൻ ഘടകങ്ങൾ ജസ്റ്റ് നമുക്ക് വേഗം ഒന്ന് ആദ്യം പറയുകയാണെങ്കിൽ, ഉയരമുണ്ട് അതിൽ, ഓക്കെ, താപമുണ്ട്, ആർദ്രതയുണ്ട്. ഓക്കെ, അതായത് ഹൈറ്റ് അല്ലെങ്കിൽ ആൾട്ടിറ്റ്യൂഡ്, താപം ടെമ്പറേച്ചർ, അതുപോലെ ആർദ്രത ഹ്യൂമിഡിറ്റി, ഇത്രയും കാര്യങ്ങളാണ് മെയിൻലി അറ്റ്മോസ്ഫറിക് പ്രഷറിനെ എന്ത് ചെയ്യുന്നത്, ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കാര്യങ്ങൾ. അതിൽ ഉയരത്തിന് എങ്ങനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഉയരം കൂടുന്നതിനനുസരിച്ച് അന്തരീക്ഷ മർദ്ദം കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. അതായത് ഇൻവേഴ്സ് റിലേഷനാണ്. ആൾട്ടിറ്റ്യൂഡ് കൂടിയാൽ അറ്റ്മോസ്ഫറിക് പ്രഷർ താഴോട്ട് പോകും. ഏകദേശം 10 മീറ്റർ ഉയരത്തിന് 1 മില്ലിബാർ എന്ന തോതിലാണ് മർദ്ദം കുറയുന്നത്. അതുകൊണ്ട് തന്നെ മുകളിലേക്ക് പോകുന്തോറും വായുവിൻ്റെ അളവ് കുറയും. മുകളിലേക്ക് പോകുന്തോറും വായുവിൻ്റെ അളവ് കുറയുന്നത് കൊണ്ടാണ് വായുമർദ്ദവും കുറയുന്നത്. ഓക്കെ, നമുക്കറിയാലോ വായു ഏറ്റവും കൂടുതൽ അടുത്ത് നിൽക്കുന്നത് ആ ഒരു ഭൗമോപരിതലത്തിലാണ്. പിന്നീട് അങ്ങോട്ട് പോകുന്നതോറും കുറഞ്ഞു വരുന്നതിന് നമുക്കറിയാവുന്ന കാര്യമാണ്. പർവ്വതാരോഹകർ ഓക്സിജൻ സിലിണ്ടറൊക്കെ ആയിട്ട് ഒപ്പം കരുതുന്നത് എന്തിന്? അതിൻ്റെ ആൻസറാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. താപത്തിൻ്റെ ഇൻഫ്ലുവൻസ് എന്താണ്? മറ്റ് എല്ലാ വസ്തുക്കളെയും എന്ന പോലെ വായുവും ചൂടേൽക്കുമ്പോൾ എന്താണ് സംഭവത്തിന് ചൂടേൽക്കുമ്പോൾ അത് വികസിക്കും. ഇത് നമുക്ക് പണ്ട് തൊട്ടേ അറിയാവുന്ന കാര്യമാണ്. വായു വികസിക്കുമ്പോൾ എന്താ സംഭവിക്കുക? സാന്ദ്രത കുറയും, ഡെൻസിറ്റി കുറയും അല്ലേ. വികസിക്കുമ്പോൾ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ഡെൻസിറ്റി കുറയും. ഇതിൻ്റെ ഇൻറ്റേർണൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ കുറേയധികം പഠിച്ചിരിക്കുന്നവരാണെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും അറിയാം. ഇതിൽ കൂടുതൽ കിടന്ന് നമ്മൾ എക്സ്പ്ലനേഷൻ നടത്തേണ്ട ആവശ്യമില്ല അല്ലേ. അപ്പോൾ അങ്ങനെ എക്സ്പാൻഡ് ചെയ്യും, ഡെൻസിറ്റി കുറയും, അത് മുകളിലേക്ക് പോകും. ഇതൊക്കെ നമുക്കറിയാം. ഇത് വായുമർദ്ദം കുറയുന്നതിന് ഇടയാക്കും. അപ്പോൾ എന്താണ് ആ ഒരു ഏരിയയിലെ
എന്താണ് വായു എക്സേർട്ട് ചെയ്യുന്ന ഒരു വെയിറ്റ് ആണ് എന്ത് അറ്റ്മോസ്ഫിയറിക് പ്രഷർ. ഇങ്ങനെ വായു വികസിച്ച് എന്താണ് അത് എക്സ്പാൻഡ് ചെയ്ത് ഡെൻസിറ്റി കുറഞ്ഞ് അത് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ ആ ഒരു രീതിയിൽ എന്താ സംഭവിക്കുന്നത്? വായു കുറയുന്നു. സോ വായുമർദ്ദവും കുറയുന്നു. അങ്ങനെ ഉയർന്നു പോകുന്ന വായു വശങ്ങളിലേക്ക് നീങ്ങുന്നതോടൊപ്പം തണുക്കുകയും വായുവിന് സാന്ദ്രത കൂടുകയും ചെയ്യും. അപ്പോൾ ഈ ഉയർന്നു പൊങ്ങിയ വായു എന്ത് ചെയ്യും? അത് സൈഡിലോട്ട് പോകും. സൈഡിലോട്ട് പോകുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ തണുക്കാൻ തുടങ്ങും. തണുക്കുമ്പോൾ അത് എന്ത് ചെയ്യും? സാന്ദ്രത കൂടും അല്ലേ? അങ്ങനെ സാന്ദ്രത കൂടിക്കഴിഞ്ഞാൽ ഒരു സാധനത്തിന് സാന്ദ്രത കൂടി അത് താഴോട്ടേക്ക് ഇറങ്ങും ഇങ്ങനെ. അങ്ങനെ എന്ത് സംഭവിക്കും? അന്തരീക്ഷമർദ്ദം കൂടും. ഇതാണ് അതിൻ്റെ ഒരു ഇത്. അപ്പോൾ മനസ്സിലാക്കുക, താപം കൂടുമ്പോൾ അന്തരീക്ഷമർദ്ദം എന്താ സംഭവിക്കുന്നത്? കുറയുകയാണ് ചെയ്യുന്നത് അല്ലേ? താപം കൂടിയപ്പോൾ വായുവിന് എക്സ്പാൻഷൻ സംഭവിച്ചു. എക്സ്പാൻഡ് ചെയ്തപ്പോൾ ഡെൻസിറ്റി കുറഞ്ഞു. അതുകൊണ്ട് അത് മുകളിലോട്ട് ഉയർന്നു അല്ലേ? അത് എന്തിന് കാരണമാക്കി? വായുമർദ്ദം കുറയാനാണ് കാരണമാക്കിയത്. സോ ടെമ്പറേച്ചറും ഇൻവേഴ്സ് റിലേഷൻ ആണ്. ഓക്കെ, അറ്റ്മോസ്ഫറിക് പ്രഷറിനോട് അറ്റ്മോസ്ഫറിക് ടെമ്പറേച്ചർ ഇൻവേഴ്സ് റിലേഷൻ ആണ്. ഓക്കെ, ഹ്യൂമിഡിറ്റി, ആർദ്രത. അന്തരീക്ഷ വായുവിലെ ജലാംശത്തിന്റെ അളവാണ് ആർദ്രത. അന്തരീക്ഷ വായുവിൽ എത്രത്തോളം ജലാംശമുണ്ടോ അതാണ് എന്ത്? ഹ്യൂമിഡിറ്റി അഥവാ ആർദ്രത എന്ന് പറയുന്നത്. നീരാവിക്ക് വായുവിനേക്കാൾ ഭാരം കുറവാണ്. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് നോക്കി നമുക്ക് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസിൻ്റെ കാലഘട്ടം ആയതുകൊണ്ട് ചിലപ്പോൾ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് തരും. താഴെ തന്നിട്ടുള്ള വെയിൽ അന്തരീക്ഷ മർദ്ദവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന എന്നുള്ള രീതിയിൽ. അപ്പോൾ നീരാവിക്ക് വായുവിനേക്കാൾ ഭാരം കുറവാണ്. പെട്ടെന്ന് നമ്മൾ കേൾക്കുമ്പോൾ വിചാരിക്കും വായുവിനല്ലേ ഭാരം കുറവ് വരേണ്ടത്, നീരാവിക്ക് എങ്ങനെയാണ്? അപ്പോൾ ഇതൊക്കെ SCERT ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുള്ള പോയിന്റ്സ് ശ്രദ്ധിക്കുക. നീരാവിക്ക് വായുവിനേക്കാൾ ഭാരം എന്താണ്? കുറവാണ് ആക്ച്വലി. അതുകൊണ്ടാണ് ജലം ബാഷ്പമാകുമ്പോൾ അത് അന്തരീക്ഷത്തിലേക്ക് ഉയരുന്നത്. നമ്മൾ സാധാരണ ജലം എന്താണ് ഇങ്ങനെ ചൂടാക്കുമ്പോൾ ബാഷ്പമാകുന്നു, അത് മുകളിലേക്ക് ഉയരുകയല്ലേ ചെയ്യുന്നത്. എന്തുകൊണ്ടാണ്? അതിന് ഭാരം കുറവായതുകൊണ്ട്. ഒരു നിശ്ചിത വ്യാപ്തം വായുവിൽ നീരാവിയുടെ അളവ് കൂടുതലാണെങ്കിൽ സ്വാഭാവികമായും ആ വായുവിൻ്റെ മർദ്ദം കുറവായിരിക്കും. അതായത് ഒരു നിശ്ചിത വോളിയത്തിൽ നീരാവിയുടെ അളവ് കൂടുതലാണെന്ന് വയ്ക്കും. അതായത് ഹ്യൂമിഡിറ്റി കൂടുതലാണെങ്കിൽ അവിടെ എന്താ സംഭവിക്കുക? വായുവിൻ്റെ മർദ്ദം കുറവാണ്. കാരണം എന്താ? അവിടെ ജലബാഷ്പം അഥവാ നീരാവിയാണ് അല്ലേ? അതായത് ഇങ്ങനെയുള്ള ജലബാഷ്പമാണ് അവിടെ കൂടുതൽ, നീരാവിയാണ് കൂടുതൽ. അവിടെ വായു ഉണ്ടോ? വായു എക്സേർട്ട് ചെയ്യുന്ന വെയിറ്റ് അല്ലേ എന്ത്? പ്രഷർ. അപ്പോൾ എന്തായിരിക്കും? അറ്റ്മോസ്ഫിയറിക് പ്രഷർ കുറവായിരിക്കും. അപ്പോൾ ഇവിടെയും നമുക്ക് മനസ്സിലായി ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നതും ഇൻവേഴ്സ് റിലേഷൻ ആണ് അറ്റ്മോസ്ഫിയറിക് പ്രഷറിനോട്. അന്തരീക്ഷ മർദ്ദത്തെ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലായി. താപം, ആർദ്രത, ഉയരം. ഓക്കെ, ഇതെല്ലാം തന്നെ ഇൻവേഴ്സ് റിലേഷൻ ആണ്. അറ്റ്മോസ്ഫിയറിക് പ്രഷർ കൂടുകയാണെങ്കിൽ അത് കുറയും. ചുറ്റുപാടുകളെ അപേക്ഷിച്ച് ഒരു പ്രദേശത്ത് അന്തരീക്ഷമർദ്ദം കൂടുതലാണെങ്കിൽ അവിടെ ഉച്ചമർദ്ദമാണെന്ന് പറയാം. ചുറ്റുപാടുകളെ അപേക്ഷിച്ച് ഒരു പോയിന്റിൽ അവിടെ പ്രഷർ അറ്റ്മോസ്ഫിയർ പ്രഷർ കൂടുതലാണെങ്കിൽ അത് ഹൈ പ്രഷർ അല്ലെങ്കിൽ ഉച്ചമർദ്ദ മേഖല. അപ്പോൾ അതിന്റെ ഓപ്പോസിറ്റ് ചുറ്റുപാടുകളെ അപേക്ഷിച്ച് ഒരു മേഖലയിൽ പ്രഷർ കുറവാണെങ്കിൽ അത് ലോ പ്രഷർ ഏരിയ അഥവാ ന്യൂനമർദ്ദ മേഖലയാണ്. ഇനി നമുക്കറിയാവുന്ന ഒരു കാര്യം ഇവിടെ പറയുന്നുണ്ട്. എന്താണ്? ഒരേ അന്തരീക്ഷമർദ്ദമുള്ള സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് വരയ്ക്കുന്ന സാങ്കല്പിക രേഖകളാണ് സമമർദ്ദ രേഖകൾ എന്നുള്ളത്. ഓക്കെ, ഈ മുമ്പ് ഇവിടെ പറഞ്ഞു വെക്കുന്ന ഒരു കാര്യമുണ്ട്. ഋതുവ്യത്യാസത്തിനനുസരിച്ച് ഒരേ പ്രദേശത്ത് തന്നെ അന്തരീക്ഷമർദ്ദത്തിൽ വ്യത്യാസം ഉണ്ടാകും. സീസണിനനുസരിച്ച് എന്ത് സംഭവിക്കാം? ഒരേ പ്രദേശത്ത് ഡിഫറെന്റ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഉണ്ടാകാം. നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് ആഗോള മർദ്ദ മേഖലകളെ കുറിച്ചാണ് അഥവാ ഗ്ലോബൽ പ്രഷർ ബെൽറ്റ്സിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, എന്താണത്? ചില അക്ഷാംശങ്ങൾക്കിടയിൽ അന്തരീക്ഷ മർദ്ദം ഏറെക്കുറെ ഒരുപോലെയാണ്. ഓക്കെ, അവയാണ് നമ്മൾ ഗ്ലോബൽ പ്രഷർ ബെൽറ്റ്സ് എന്ന് പറയുന്നത്. ചില ലാറ്റിറ്റ്യൂഡ്സിന്റെ ഇടയിൽ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഇപ്പോൾ ഈ ഒരു ഏരിയ നോക്കിക്കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് സെയിം ആണ്, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് സെയിം ആണ്. ഓക്കെ, അങ്ങനെയുള്ളതാണ് ഗ്ലോബൽ പ്രഷർ ബെൽറ്റ്സ്. അങ്ങനെയുള്ള ഗ്ലോബൽ പ്രഷർ ബെൽറ്റ്സുകളെയാണ് ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് ഇതിൽ പഠിക്കുമ്പോൾ ഒരെണ്ണം പഠിക്കുക, വിത്ത് റെസ്പെക്ട് ടു അതനുസരിച്ച് ബാക്കിയെല്ലാം മാറ്റാം. ഓക്കെ, ഒരെണ്ണം നമ്മളിവിടെ പഠിച്ചാൽ മതി, ഇക്വേറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ് എന്ന് പറയുന്നത്. ബാക്കിയെല്ലാം ഓൾട്ടർനേറ്റ് ആയിട്ടുള്ളതാണ്. അതായത് ഇക്വേറ്ററിൽ ലോ പ്രഷർ ആണെങ്കിൽ സബ് ട്രോപ്പിക്കലിൽ ഹൈ പ്രഷർ ആയിരിക്കും, മുകളിലും താഴെയും. അതായത് നോർത്തേൺ ഹെമിസ്ഫിയറിലും സദേൺ ഹെമിസ്ഫിയറിലും. ഓക്കെ, ഇനി അതിൻ്റെ അപ്പുറത്ത് എന്തായിരിക്കും? വീണ്ടും ഒരു ലോ പ്രഷർ ബെൽറ്റ് ആയിരിക്കും. അത് പോളാറിന്റെ തൊട്ട് മുകളിലായതുകൊണ്ട് അത് സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റ് ആയിരിക്കും. ഓക്കെ, സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റ് ആയിരിക്കും. ഈ ഒരു ഏരിയയാണ് ഉദ്ദേശിച്ചത്. ഇനി ഏറ്റവും നമ്മുടെ ധ്രുവപ്രദേശത്ത് എന്താണ് വരിക? അത് ഹൈ പ്രഷർ ബെൽറ്റ്, പോളാർ ഹൈ പ്രഷർ ബെൽറ്റ്. അപ്പോൾ ഇക്വേറ്ററിൽ എന്താണെന്ന് പഠിച്ചാൽ ബാക്കിയെല്ലാം നമുക്ക് പറയാൻ പറ്റും. ഇത്രയുമാണ് പ്രഷർ ബെൽറ്റുകൾ. അതിനു മുൻപ് ഒരു കാര്യം പറയട്ടെ, എന്തുകൊണ്ട് ഇങ്ങനെ ഈ ഒരു ഇത് കാണപ്പെടുന്നു? അതായത് വിവിധ മർദ്ദ മേഖലകളുടെ ആ ഒരു രൂപീകരണത്തിന്റെ കാരണം എന്താണ്? അതിന്റെ ബേസിക് ആയിട്ടുള്ള കാരണം ഇത്രയേ ഉള്ളൂ. സൗരോർജ്ജ ലഭ്യതയിലെ വ്യത്യാസങ്ങൾ, അതുപോലെ തന്നെ ഭൂമിയുടെ ഭ്രമണം. ഇതാണ് ബേസിക് ആയിട്ടുള്ള കാരണം. പിന്നെ നമ്മൾ സൂര്യന്റെ അയനമൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ ആ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ? സൂര്യന്റെ അയനം, പാരന്റ് മൂവ്മെന്റ് ഓഫ് ദി സൺ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു മൂവ്മെന്റിനനുസരിച്ചും ഈ പറയുന്ന മർദ്ദ മേഖലകൾക്ക് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും സ്ഥാന വ്യത്യാസം ഉണ്ടാവും. അത് ഉത്തരായന കാലത്ത് നമുക്കറിയാം എന്താണ് ഉത്തരായന കാലം എന്നൊക്കെ പറയുന്നത്. ഉത്തരായന കാലത്ത് കുറച്ചും കൂടി വടക്കോട്ടും, അതുപോലെ തന്നെ ദക്ഷിണായന കാലത്ത് കുറച്ചും കൂടി തെക്കോട്ടേക്കും ഈ പറയുന്ന മർദ്ദമേഖലകളുണ്ടല്ലോ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടേക്കും എക്സ്റ്റെൻഡ് ചെയ്യും. ഓക്കെ, ഉത്തരായന കാലത്ത് ഈ പറയുന്ന മർദ്ദമേഖലകൾ കുറച്ചും കൂടെ വടക്കോട്ടേക്ക് മാറിക്കിടക്കും, ദക്ഷിണായന കാലത്തേക്ക് കുറച്ചും കൂടി തെക്കോട്ടേക്ക് നീങ്ങുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ആദ്യമേ ഈ പ്രഷർ ബെൽറ്റുകളൊന്ന് കാണാതെ പഠിക്കുക. എന്നിട്ട് ഓരോന്നിൻ്റെ പേരുകൾ ആദ്യം ഒന്ന് കൃത്യമായിട്ട് പഠിക്കുക എവിടെയൊക്കെയാണെന്നുള്ളത്. എന്നിട്ട് നമ്മൾ കൃത്യമായിട്ട് ഓരോന്നിൻ്റെയും പ്രത്യേകത മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ആദ്യത്തത് മധ്യരേഖ ന്യൂനമർദ്ദ മേഖല അഥവാ ഇക്വേറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ്. ഓക്കെ, അപ്പോൾ ഈ ഇക്വേറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ് ഇതാണ് പറയുന്നത്.
ഒരു ഇക്വേറ്റർ 0 ഡിഗ്രി ഇവിടെയാണ്. ഇതിന്റെ ഒരു 5 ഡിഗ്രി വടക്കോട്ടും 5 ഡിഗ്രി തെക്കോട്ടേക്കും എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കുന്ന രീതിയിലാണ് ഈ ഒരു ലോ പ്രഷർ ബെൽറ്റ് കിടക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താണ്, വർഷം മുഴുവൻ സൂര്യരശ്മികൾ ലംബമായിട്ട് പതിക്കുകയാണ്. സൂര്യൻ റേസ് എന്ത് ചെയ്യുന്നു, ലംബമായി പതിക്കുന്നതുകൊണ്ട് നമ്മൾക്കറിയാം സൂര്യന്റെ രശ്മികൾ പതിക്കുമ്പോൾ അവിടെ എന്ത് സംഭവിക്കും, വായുവിന് ചൂടാകും. വായു ചൂടാകുമ്പോൾ അത് ഉയർന്നു പൊങ്ങി കഴിഞ്ഞാൽ നമുക്കറിയാം എന്താണ്, ആ ഒരു അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആ ഒരു ഏരിയയിൽ കുറവായിരിക്കും എന്നുള്ളത്. അങ്ങനെയാണ് ഇവിടെ ഒരു ലോ പ്രഷർ സോൺ ആയിട്ട് ഇത് മാറുന്നത്. ഓക്കെ, ഈ ഒരു മേഖലയിൽ ന്യൂനമർദ്ദം ആകാൻ കാരണം അതുകൊണ്ടാണ്. അപ്പോൾ അവിടെ നമ്മൾ പറയുകയാണെങ്കിൽ കാറ്റുകളുടെ ആ ഒരു ഇത് വളരെയധികം ദുർബലമാണെന്ന് തന്നെ പറയാം. കാരണം നമ്മൾ കാറ്റ് നമുക്കറിയാം എയറിന്റെ മൂവ്മെന്റ് വെർട്ടിക്കലും വരാം ഹൊറിസോണ്ടലും വരാം അല്ലെ. വെർട്ടിക്കലും ഹൊറിസോണ്ടലും ഉണ്ട്. ഇതിൽ നമ്മൾ വിൻഡ് എന്ന് പറഞ്ഞ് വിളിക്കുന്ന സംഭവം എന്താണ്, വിൻഡ് എന്ന് പറയുന്നത് ആക്ച്വലി ഹൊറിസോണ്ടൽ മൂവ്മെന്റ് ഓഫ് എയർ ആണ്. തിരശ്ചീന തലത്തിലൂടെ നീങ്ങുന്ന വായുവിനെയാണ് നമ്മൾ വിൻഡ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, വിൻഡ് എന്ന് വിളിക്കുന്നത്. അതേസമയം വെർട്ടിക്കലായിട്ട് നീങ്ങുന്ന ആ ഒരു എയറിന്റെ മൂവ്മെന്റിനെ ആക്ച്വലി നമ്മൾ എയർ കറൻസ് എന്നാണ് വിളിക്കുക. നിങ്ങൾ നോക്കുകയാണെങ്കിൽ അങ്ങനെയാണ് പറയാം, എയർ കറൻസ് എന്നാണ് വിളിക്കുക. പക്ഷെ നമുക്ക് ആ ഒരു മൂവ്മെന്റ് അധികം ഫീൽ ചെയ്യില്ല. ഓക്കെ, നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്ന എപ്പോഴും വിൻഡ് ആയിരിക്കും കൂടുതലും. നമുക്ക് ഈ ഒരു എയർ കറണ്ട് അധികം എക്സ്പീരിയൻസ് ചെയ്യാൻ സാധ്യതയില്ല. കാരണം അവിടെ വായു ചൂടുള്ള വായു ഉയർന്നു പൊങ്ങി തണുത്ത വായു താഴേക്ക് വരുന്ന ആ ഒരു മൂവ്മെന്റ് ഓഫ് എയർ ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ കാറ്റുകൾ നമ്മൾ പറഞ്ഞു വന്നതാണ്. ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റിൽ എന്താണ് പ്രത്യേകത, അവിടെ കാറ്റുകൾ വളരെയധികം ദുർബലമാണ് എന്നുള്ളത് ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു മേഖലയെ നിർവാത മേഖല അഥവാ ഡോൾഡ്രംസ് എന്ന് വിളിക്കുന്നു. പണ്ട് പായ്ക്കപ്പലുകളിൽ സഞ്ചരിച്ചിരുന്ന യാത്രികർക്ക് ഇവിടെ പേടി സ്വപ്നമായിരുന്നു. കാരണം കാറ്റുകളില്ല. പായ്ക്കപ്പലിൽ സഞ്ചരിക്കുന്നവർക്ക് ആ ഒരു എന്താണ് കാറ്റിന്റെ ഡയറക്ഷനിലാണ് ആ ഒരു സഞ്ചാരം നടക്കുന്നത് തന്നെ. അപ്പോൾ കാറ്റ് കുറവാന്ന് പറയുമ്പോൾ അത് ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. ഓക്കെ, അപ്പോൾ അതാണ് ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റിന്റെ കാര്യം. ഇനി അടുത്തത് സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ് ആണ്. സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ് എന്ന് പറയുന്നത് ഹൈ പ്രഷർ ആണ് പറഞ്ഞ പോലെ തന്നെ. പക്ഷേ ഇവിടെ ഇങ്ങനെ ഹൈ പ്രഷർ ആയി, അതാണ് നമ്മൾ വീണ്ടും ഇതാക്കി പറയുന്നത്. നമുക്കറിയാം ഇത് ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ് ആണ് അല്ലെ. ഈ ഇവിടെ നിന്ന് ഉയർന്നു പൊങ്ങുന്ന, അതായത് ഈ ഒരു ലോ പ്രഷർ ബെൽറ്റിൽ നിന്ന് ഉയർന്നു പൊങ്ങുന്ന വായു ഈ പറയുന്ന സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റിന്റെ ഭാഗത്ത്, അതായത് ആ ഒരു ലാറ്റിറ്റ്യൂഡിലേക്ക് എത്തുമ്പോൾ ഈ ഉയർന്നു പൊങ്ങിയ വായു ഈ ഒരു ഏരിയ എത്തുമ്പോൾ തണുത്തിട്ട് താഴ്ന്നു തുടങ്ങും. ഓക്കെ, താഴ്ന്നു തുടങ്ങും. അങ്ങനെയാണ് എന്ത് സംഭവിക്കുന്നത്, ആ ഒരു ഏരിയ എന്താവുന്നത്, ഹൈ പ്രഷർ ബെൽറ്റ് ആയിട്ട് മാറുന്നത്. കാരണം നമുക്കറിയാം തണുത്ത വായുവിന്റെ ഡെൻസിറ്റി കൂടുതൽ ആ ഒരു ഏരിയയിലേക്ക് വരുമ്പോൾ അതിന്റെ വെയിറ്റ് എയർ അതായത് നമ്മൾ പറഞ്ഞു എയർ എക്സേർട്ട് ചെയ്യുന്ന ആ ഒരു വെയിറ്റ് ആണ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറയുന്നത് ഒരു നിശ്ചിത പ്രദേശത്ത്. അപ്പോൾ സ്വാഭാവികമായിട്ട് തണുത്ത വായു വരുമ്പോൾ അവിടെ അറ്റ്മോസ്ഫിയറിക് പ്രഷർ വരും അല്ലെ. അതുകൊണ്ട് ഈ ഒരു ഏരിയ എന്തായി, ഹൈ പ്രഷർ ബെൽറ്റ് ആയിട്ട് മാറി. ഇനി ആ ഒരു ഹൈ പ്രഷർ ബെൽറ്റിന്റെ പ്രത്യേകത എന്താണ്, നമുക്കറിയാം സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ് ആണിത് അല്ലെ. സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ് അഥവാ ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയാണിത്. 30 ഡിഗ്രി സൗത്തും നോർത്തും ആയിട്ടാണ് ഇത് കിടക്കുന്നത്. ആക്ച്വലി 30 ഡിഗ്രി സൗത്ത് നോർത്തിലാണ് കിടക്കുന്നത്. അതൊക്കെ കൃത്യമായിട്ട് അറിയാം. ഇനി ഈ ഒരു മേഖലയെ വിളിക്കുന്ന പേരാണ് ഹോൾസ് ലാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഹോൾസ് ലാറ്റിറ്റ്യൂഡ് എന്തുകൊണ്ട് അങ്ങനെ വിളിക്കുന്നു, വേറൊന്നും കൊണ്ടല്ല, ഇവിടെ സൈഡിൽ പറയുന്നുണ്ട് എന്താണ് കാരണം എന്നുള്ളത്. യൂറോപ്പ് പണ്ട് ഈ മേഖലകളിൽ കൂടെ സഞ്ചരിക്കുന്ന സഞ്ചാരികൾ, അതായത് കൂടുതലും യൂറോപ്പിൽ നിന്ന് അമേരിക്കയിലേക്ക് പോയിരുന്ന പഴയകാല ചരക്ക് കപ്പലുകളിലൊക്കെ എന്താണ് പ്രധാന കയറ്റുമതി മുന്തിയ കുതിരകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവയുടെ ഭാരം കാരണം നീങ്ങണമില്ല, അവിടെ കാറ്റും അധികം ഇല്ലാത്തതുകൊണ്ട് എന്ത് ചെയ്യും, ഈ ഒരു ലാറ്റിറ്റ്യൂഡ് എത്തുമ്പോൾ കുതിരകളെ ഇങ്ങനെ എന്താണ് കടലിലോട്ട് ഉപേക്ഷിക്കും. അതുകൊണ്ടാണ് ഇതിനെ ഹോൾസ് ലാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഉപദ്രവീയ ന്യൂനമർദ്ദ മേഖല, സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റ്. എഗൈൻ വരയ്ക്കുന്നു, പോളാർ ഈ ഒരു റീജിയനിലാണെന്ന് നമുക്കറിയാമല്ലോ. പോളാറിന്റെ താഴെയുള്ളതാണ് എന്ത്, സബ് പോളാർ എന്ന് പറയുന്ന ഈ ഒരു മേഖല. ഓക്കെ, അപ്പോൾ ഈ സബ് പോളാർ മേഖലയിലും, പോളാറിൽ ആക്ച്വലി എന്ത് വായുവാണ് നമുക്കറിയാം, നല്ല തണുപ്പാണ് അല്ലെ പോളാർ മേഖല എന്ന് പറയുന്നത്. അപ്പോൾ ധ്രുവത്തിനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്നത് തന്നെയാണ് എന്ത്, ഈ പറയുന്ന സബ് പോളാറും. അപ്പോൾ വായുവിന് തണുപ്പ് കൂടുതലാണ്. തണുത്ത വായു ഭൂമിയോട് ഏറ്റവും അടുത്ത് ചേർന്ന് നിൽക്കുമെങ്കിലും എന്ത് സംഭവിക്കുന്നു, ഭൂമിയുടെ ഭ്രമണം മൂലം ഈ വായു ശക്തമായി ചുഴറ്റി എറിയപ്പെടുന്നു. ഭൂമിയുടെ അതായത് ഈ മേഖലയിൽ ആക്ച്വലി തണുത്ത വായു ഒക്കെയാണ്. ഓക്കെ, പക്ഷേ ഈ സബ്പോളാർ മേഖലയിൽ തണുത്ത വായു ആയിരുന്നിട്ടും കൂടി ഭൂമിയുടെ റൊട്ടേഷൻ കാരണം ഇവിടെയുള്ള വായു ചുഴറ്റി എറിയപ്പെടുന്നു. അപ്പോൾ അവിടെ സ്വാഭാവികമായിട്ടും എന്ത് സംഭവിക്കുന്നു, അറ്റ്മോസ്ഫിയറിക് പ്രഷർ അധികം ഉണ്ടാകുന്നില്ല. അതുകൊണ്ടാണ് അത് എന്തായി മാറുന്നത്, ലോ പ്രഷർ ബെൽറ്റ് ആയിട്ട് മാറുന്നത്. ഓക്കെ, ഉപദ്രവീയ മേഖല ന്യൂനമർദ്ദ മേഖലയായി അനുഭവപ്പെടുന്നതിന്റെ കാരണം അതാണ്. 60 ഡിഗ്രി നോർത്തും വരും, സൗത്തും വരും. ഓക്കെ, നെക്സ്റ്റ് പോളാർ ഹൈ പ്രഷർ ബെൽറ്റ്, ധ്രുവീയ ഉച്ചമർദ്ദ മേഖല. നമ്മളിപ്പോൾ കണ്ടു വർഷം മുഴുവൻ കൂടും തണുപ്പാണ് അല്ലെ. അപ്പോൾ ധ്രുവങ്ങളിലെ അതികഠിനമായ തണുപ്പിൽ നമുക്കറിയാം വായു തണുക്കും, അതുകൊണ്ട് ഉച്ചമർദ്ദ മേഖലയായിരിക്കും. അപ്പോൾ ഈ ഒരു ഇത് നമുക്കിപ്പോൾ മനസ്സിലായി. ഇതിന്റെ അക്ഷാംശീയ വ്യാപ്തിയും നമുക്ക് ഇപ്പോൾ ഏറെക്കുറെ ബോധ്യമാണ്. കാരണം നമുക്കിനി മറക്കില്ല അത് അല്ലെ. കറക്റ്റ് ഓരോന്നിന്റെയും നമുക്ക് ഇവിടെ വെച്ചിട്ട് പറയാൻ പറ്റും ഇത് എങ്ങനെയാണെന്നുള്ളത്. അതൊക്കെ നിങ്ങൾക്ക് പറയാം. ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ് എന്ന് പറയുന്നത് 0 ഡിഗ്രിയാണ്. പിന്നെ സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ് അഥവാ ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല 30 ഡിഗ്രി വടക്കും 30 ഡിഗ്രി തെക്കുമാണ്. ദെൻ സപ്പോളാർ ലോ പ്രഷർ ബെൽറ്റ് അഥവാ ഉപദ്രവീയ ന്യൂനമർദ്ദ മേഖല 60 ഡിഗ്രി നോർത്തും 60 ഡിഗ്രി സൗത്തുമാണ്. ദെൻ ധ്രുവീയ ഉച്ചമർദ്ദ മേഖല 90 ഡിഗ്രി വടക്ക് 90 ഡിഗ്രി തെക്ക്. ഓക്കെ, ഇതും
ഇത് എല്ലാവർക്കും ഇപ്പോൾ ബൈ ഹാർട്ട് ആയിരിക്കും. ഇനിയാണ് നമ്മൾ കാറ്റുകളെക്കുറിച്ച് നോക്കാൻ പോകുന്നത്. ആഗോളതലത്തിൽ അന്തരീക്ഷ മർദ്ദത്തിലെ ഏറ്റക്കുറച്ചിലുകൾ കാറ്റുകൾ രൂപം കൊള്ളുന്നതിന് കാരണമാകുന്നു. ഉച്ചമർദ്ദ മേഖലയിൽ നിന്നും ന്യൂനമർദ്ദ മേഖലയിലേക്കുള്ള വായുവിന്റെ തിരശ്ചീന ചലനമാണ് കാറ്റുകൾ. ഞാൻ നേരത്തെ പറഞ്ഞു ഹൊറിസോണ്ടൽ മൂവ്മെന്റ് ആണ്. പക്ഷേ എവിടെ നിന്ന് എവിടേക്ക്? പ്രഷർ സോണിൽ നിന്ന് ലോ പ്രഷർ സോൺ അല്ലെങ്കിൽ ഹൈ പ്രഷർ ഏരിയയിൽ നിന്ന് ലോ പ്രഷർ ഏരിയയിലേക്കായിരിക്കും എപ്പോഴും കാറ്റിന്റെ സഞ്ചാരം. അതാണ് ഈ പറഞ്ഞിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. ഓക്കെ. മാത്രമല്ല കാറ്റ് എവിടെ നിന്നാണോ സഞ്ചരിക്കുന്നത് അതിനനുസരിച്ചായിരിക്കും അതിന്റെ പേര്. ഓക്കെ. എവിടെ നിന്ന് വീശുന്നു അവിടെ വെച്ചിട്ട് ആ ഒരു ഇതിൽ നിന്നായിരിക്കും അതിന്റെ പേര്. അതായത് ഇപ്പോൾ തെക്ക് നിന്ന് വീശുകയാണെങ്കിൽ ആ കാറ്റിനെ തെക്കൻ കാറ്റ്, നമ്മൾ പറയും മൗണ്ടൻ ബ്രീസ് എന്നൊക്കെ പറയില്ലേ, ആ പർവ്വത പ്രദേശത്ത് നിന്ന് വീശുന്ന കാറ്റാണെങ്കിൽ അത് പർവ്വതക്കാറ്റ്. ഇനി ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം കാറ്റിന്റെ വേഗതയും ദിശയെയും ബാധിക്കുന്ന അല്ലെങ്കിൽ അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് ഇവിടെ പറയുന്നുണ്ട്. ഒന്ന് പ്രഷർ ഗ്രേഡിയന്റ്, മർദ്ദച്ചെരിവ്. 2 കോറിയോളിസ് പ്രഭാവം. 3 ഘർഷണം. ഇത് മൂന്നുമാണ് കാറ്റിന്റെ സ്പീഡിനെയും അതുപോലെ തന്നെ ഡയറക്ഷനെയും എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ്. അപ്പോൾ ആദ്യം മർദ്ദച്ചെരിവ് എങ്ങനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഭൗമോപരിതലത്തിൽ വിവിധ പ്രദേശങ്ങളിൽ അന്തരീക്ഷ മർദ്ദം വ്യത്യാസമായിരിക്കും, നമുക്കതറിയാം അല്ലെ, ഒരേ ഇതുപോലെ വരണമെന്നില്ല. ഇത്തരത്തിൽ തിരശ്ചീന തലത്തിൽ അനുഭവപ്പെടുന്ന മർദ്ദ വ്യതിയാനത്തെയാണ് മർദ്ദച്ചെരിവ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ തിരശ്ചീന തലത്തിൽ ഇപ്പോൾ നമ്മൾ ഓരോ ഭൂമിയുടെ ഓരോ ഏരിയയിലും അറ്റ്മോസ്ഫിയറിക് പ്രഷറിൽ എന്തുണ്ട് വ്യത്യാസങ്ങൾ ഉണ്ടാകും അല്ലെ. അപ്പോൾ ആ ഒരു മർദ്ദ വ്യത്യാസം, തിരശ്ചീന തലത്തിലെ മർദ്ദ വ്യത്യാസം എന്നുള്ളത് അതിനനുസരിച്ചിട്ടാണ് മർദ്ദച്ചെരിവ്. അതിൽ എത്ര അനുഭവപ്പെടുന്നു മർദ്ദ വ്യത്യാസം എന്നുള്ളതിനനുസരിച്ചാണ് മർദ്ദച്ചെരിവ് പറയുന്നത്. അപ്പോൾ തിരശ്ചീന തലത്തിൽ മർദ്ദ വ്യത്യാസം ഏറെയാണെങ്കിൽ അവിടെ മർദ്ദച്ചെരിവ് കൂടുതലായിരിക്കും. തിരശ്ചീന തലത്തിൽ ഈ പറയുന്ന പ്രഷർ ഗ്രേഡിയന്റ് കൂടുതലാണെങ്കിൽ മർദ്ദച്ചെരിവും കൂടുതലായിരിക്കും അല്ലെ. അതായത് നമ്മൾ പറഞ്ഞു മർദ്ദ വ്യത്യാസം അതായത് മർദ്ദം ഒരുപോലെയല്ല ഭൂമിയുടെ ഓരോ ഏരിയാസിൽ. അപ്പോൾ മർദ്ദ വ്യത്യാസം കൂടുതൽ ആണെങ്കിൽ അതിന്റെ അർത്ഥം പ്രഷർ ഗ്രേഡിയന്റും കൂടുതലാണ്. പ്രഷർ ഗ്രേഡിയന്റ് കൂടുതലാണെങ്കിൽ അവിടെ എന്ത് സംഭവിക്കും? കാറ്റിന്റെ വേഗതയും കൂടുതലായിരിക്കും. കാറ്റിന്റെ വേഗതയും കൂടുതൽ. അപ്പൊ എല്ലാം എന്താണ് ഡയറക്റ്റ് റിലേഷനാണ്. മർദ്ദ വ്യത്യാസം കൂടിയാൽ പ്രഷർ ഗ്രേഡിയന്റ് കൂടും, പ്രഷർ ഗ്രേഡിയന്റ് കൂടിയാൽ എന്ത് സംഭവിക്കും? കാറ്റിന്റെ വേഗത കൂടും. കണ്ടില്ലേ? ഇനി കോറിയോളിസ് ഫോഴ്സ് എങ്ങനെയാണ് എഫക്ട് ചെയ്യുന്നത്? എർത്തിന്റെ റൊട്ടേഷൻ കാരണം എന്ത് സംഭവിക്കുന്നു? നദേൺ ഹെമിസ്ഫിയറിൽ മൂവ് ചെയ്യുന്ന ഏതൊരു ഒബ്ജക്റ്റിനും അതിന്റെ മൂവ്മെന്റിന്റെ വലത്തോട്ടേക്ക് അത് തിരിയും. ഓക്കെ. എവിടെയാണോ മൂവ് ചെയ്യുന്നത് അതിന്റെ വലത്തോട്ട്, അങ്ങനെ. എന്നാൽ ദക്ഷിണാർദ്ധഗോളത്തിൽ എന്ത് ചെയ്യും? ഏതൊരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നതിന്റെ ഇടത്തോട്ടേക്കായിരിക്കും തിരിയുക. ഓക്കെ. അപ്പോൾ ഇതിന് കാരണമാകുന്ന ആ ഒരു ഫോഴ്സ് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഈ പറയുന്ന കോറിയോളിസ് ബലം കാരണമാണ്. ചോദിക്കാറുണ്ട്, മധ്യരേഖാ പ്രദേശത്ത് നിന്ന് ധ്രുവങ്ങളിലേക്ക് പോകുന്തോറും കോറിയോളിസ് ബലം വർദ്ധിക്കുന്നു. എന്താ സംഭവിക്കുന്നത്? മധ്യരേഖാ പ്രദേശത്ത് ആക്ച്വലി 0 ആണ് കോറിയോളിസ് ഫോഴ്സ് എന്ന് പറയുന്നത്. 0 ഡിഗ്രി അല്ല, 0 ആണ്. ഇവിടെ നിന്ന് ഇവിടേക്ക് പോകുന്തോറും കോറിയോളിസ് ബലത്തിന് എന്ത് സംഭവിക്കും? കൂടി വരും അല്ലെ. മധ്യരേഖാ പ്രദേശത്ത് നിന്ന് ധ്രുവങ്ങളിലേക്ക് പോകുന്തോറും കോറിയോളിസ് ബലം കൂടി വരും. അതൊരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരാം. ഓക്കെ. അപ്പോൾ അത് ശ്രദ്ധിക്കണം. ഇനി കോറിയോളിസ് ബലത്തിന്റെ പ്രഭാവത്താൽ ഉത്തരാർദ്ധഗോളത്തിലെ കാറ്റുകൾ സഞ്ചാരദിശയ്ക്കും വലതുവശത്തേക്കും ദക്ഷിണാർദ്ധഗോളത്തിൽ സഞ്ചാരദിശയ്ക്ക് ഇടതുവശത്തോട്ടും വ്യതിചരിക്കുമെന്ന് അഡ്മിറൽ ഫെറൽ എന്ന ശാസ്ത്രജ്ഞൻ കണ്ടെത്തുകയുണ്ടായി. ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആരാണ് കാറ്റ് ഉത്തരാർദ്ധഗോളത്തിൽ സഞ്ചരിക്കുന്നതിന്റെ ദിശ വലത്തോട്ടേക്കും അതുപോലെ തന്നെ ദക്ഷിണാർദ്ധഗോളത്തിൽ ഇടത്തോട്ടും തിരിക്കും എന്ന് പറഞ്ഞ ശാസ്ത്രജ്ഞൻ അഡ്മിറൽ ഫെറൽ ആണ്. ഇപ്പം പേഴ്സ് ആയിട്ടൊക്കെ ചോദിക്കുന്നുണ്ടല്ലോ, മാച്ച് ദ ഫോളോയിങ് ആയിട്ട്. അപ്പോൾ അതൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ഇടാം. അപ്പോൾ കാറ്റിന്റെയും ഡയറക്ഷൻ മാറും. നമ്മൾ പറഞ്ഞല്ലോ ഒരെണ്ണം പഠിക്കാൻ സദൺ ഹെമിസ്ഫിയറിൽ വലത്തോട്ടേക്കായിരിക്കും, അപ്പോൾ സദൺ ഹെമിസ്ഫിയറിൽ ഇടത്തോട്ടേക്കായിരിക്കും. ഇതനുസരിച്ചാണ് നമ്മളിനി കാറ്റുകളുടെയൊക്കെ പറയാൻ പോകുന്നത്. അപ്പോൾ ഇതിന്റെ അടിസ്ഥാനത്തിൽ അവതരിപ്പിച്ച നിയമത്തെ ഫെറൽ നിയമം, അദ്ദേഹം അവതരിപ്പിച്ച നിയമമായതുകൊണ്ട് ഫെറൽ നിയമം എന്ന് പറയുന്നു. ഓക്കെ. ഇനി ലാസ്റ്റ് ഫാക്ടറാണ് ഘർഷണം, ഫ്രിക്ഷൻ അല്ലെ. സമുദ്രോപരിതലം, നിരപ്പായ ഭൂപ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ ഘർഷണം കുറവായതിനാൽ കാറ്റിന് വേഗം കൂടുതലായിരിക്കും. നമുക്കറിയാലോ, എന്തെങ്കിലും ഒരു ഹിൻഡ്രൻസ് വരുന്നുണ്ട് എങ്കിൽ, അതായത് ഒരാളുടെ ഇപ്പം നമ്മൾ തന്നെയാണെങ്കിലും എവിടെയെങ്കിലും നമ്മൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു തടസ്സം വന്നാൽ നമുക്ക് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റൂ ഇല്ല. അതുപോലെ തന്നെയാണ് കാറ്റിൻ്റെ ആ പോക്കിന് ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും മരങ്ങളോ അല്ലെങ്കിൽ വലിയ കുന്നോ മലയൊക്കെ ഉണ്ടെങ്കിൽ എന്താണ് അവിടെ തടസ്സമാണ് അല്ലെ. തടസ്സം വരുമ്പോൾ സ്വാഭാവികമായിട്ട് അതിന്റെ മൂവ്മെന്റിന് വ്യത്യാസം അല്ലെങ്കിൽ കുറവ്. നിരപ്പായ ഒരു സ്ഥലത്ത് കൂടിയാണ് പോകുന്നതെങ്കിൽ അവിടെ കാറ്റിന്റെ വേഗതയ്ക്ക് എന്തായിരിക്കും? വളരെയധികം കൂടുതലായിരിക്കും വേഗത അല്ലെ. അവിടെ ഫ്രിക്ഷൻ ഇല്ല, വേറെ തടസ്സങ്ങളില്ല. അപ്പോൾ അതാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മർദ്ദമേഖലകളും കാറ്റുകളുമാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ഓക്കെ. ആഗോളതലത്തിൽ വിവിധ അക്ഷാംശ മേഖലകൾ തമ്മിൽ മർദ്ദവ്യത്യാസങ്ങൾ നിലനിൽക്കുന്നുണ്ടെന്ന് നമുക്കറിയാം. അതുകൊണ്ട് ഈ മർദ്ദവ്യത്യാസങ്ങൾ കാറ്റുകൾ രൂപം കൊള്ളുന്നതിന് കാരണമാകുന്നു. ഓക്കെ. അപ്പൊ നമ്മളിപ്പോൾ പറഞ്ഞ പ്രഷർ ബെൽറ്റുകൾക്കിടയിൽ എന്തുണ്ട്? കാറ്റുകൾ വീശുന്നുണ്ട്. ആ കാറ്റിനെ കുറിച്ചിട്ടാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. കാറ്റിനെ കുറിച്ചുള്ള പഠനത്തെ എന്താണെന്നറിയോ പറയാ? ആനിമോളജി. തെറ്റരുത് കേട്ടോ. പെട്ടെന്ന് അനിമൽ എന്നൊന്നും വിചാരിക്കരുത്. ജന്തുക്കളെ കുറിച്ചുള്ള പഠനമാണ് എന്ത്? സുവോളജി എന്ന് പറയുന്നത്. ഇത് കാറ്റിനെ കുറിച്ചുള്ള പഠനത്തെ ആനിമോളജി എന്നായിരിക്കും പറയാം. അപ്പോൾ നമ്മൾ കാറ്റുകളെ കുറിച്ച് പറയാൻ പോകുന്നതിന് മുമ്പ് ആദ്യം കാറ്റുകളെ എങ്ങനെയാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതൊന്ന് മനസ്സിലാക്കാം. ഓക്കെ. 4ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്ന് പ്ലാനറ്ററി വിൻഡ്സ്. ആ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ നമ്മുടെ എർത്താണല്ലോ നമ്മുടെ പ്ലാനറ്റ്. ഈ പ്ലാനറ്റിന്റെ ഇതിൽ നമ്മൾ പ്രഷർ ബെൽറ്റുകൾ പറഞ്ഞു. ആ പ്രഷർ ബെൽറ്റുകളുടെ ഹൈ പ്രഷർ ലോ പ്രഷർ ബെൽറ്റുകൾക്കിടയിൽ ഇവിടെ വീശുന്ന കാറ്റുകളാണ് പ്ലാനറ്ററി വിൻഡ്സ്. ഉദാഹരണത്തിന് ട്രേഡ് വിൻഡ്സ്, ഈസ്റ്റർലീസ്, വെസ്റ്റർലീസ്, അതൊക്കെ. പിന്നെയാണ് സീസണൽ വിൻഡ്സ്. അതായത് സീസണിനനുസരിച്ച്
കാറ്റിൻ്റെ ഡയറക്ഷനിലൊക്കെ വ്യത്യാസം വരുന്ന രീതിയിലുള്ള ദിശകൾക്ക് വ്യത്യാസം വരുന്ന രീതിയിലുള്ള കാറ്റുകളാണ് സീസണൽ വിൻസ്. എക്സാമ്പിൾ ഇപ്പോൾ മൺസൂൺ വിൻസ്, അതുപോലെ കരക്കാറ്റ്, കടൽക്കാറ്റ്, അങ്ങനത്തെയൊക്കെ ഉണ്ടല്ലോ, അതാണ് സീസണൽ വിൻസ് എന്ന് പറയുന്നത്. പിന്നെയുള്ളതാണ് നമ്മുടെ വേരിയബിൾ വിൻസ്. വേരിയബിൾ വിൻസ് എന്ന് പറയുന്നതാണ് നമ്മുടെ സൈക്ലോണ്, ആൻറ്റി സൈക്ലോൺ, ചക്രവാതം, പ്രതിചക്രവാതം, അത് സ്പെഷ്യൽ ആയിട്ടുള്ള ചില അന്തരീക്ഷാവസ്ഥകൾ വരുമ്പോൾ വരുന്നതാണ്. പിന്നെ ലോക്കൽ വിൻസ് ഉണ്ട്, അതായത് പ്രാദേശികമായിട്ട് വളരെ ചെറിയ പ്രദേശത്ത് മാത്രം വീശുന്ന തരത്തിലുള്ള കാറ്റുകളായിരിക്കും ലോക്കൽ വിൻസ്. എക്സാമ്പിൾ ലൂ, ചിനൂക്ക്, ഇതൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ, ഫാൻ, ഇതൊക്കെ എല്ലായിടത്തും നമ്മൾ പറയുന്നുണ്ടോ, ചില ഏരിയാസ് അല്ലെങ്കിൽ ചില രാജ്യങ്ങളുടെ ഏരിയാസിലൊക്കെയല്ലേ നമ്മൾ കൂടുതലും പറയുന്നത്, അതുകൊണ്ട് അത് ലോക്കൽ വിൻസ് ആണ്. അപ്പം ഇങ്ങനെയാണ് മെയിൻലി വിൻസിന്റെ ഡിവിഷൻ. ഇനി നമുക്ക് വേണ്ട ആദ്യത്തെ പോർഷൻ പ്ലാനറ്ററി വിൻസ് ആണ്. അതിനെക്കുറിച്ചാണ് ആദ്യമേ ഇവിടെ പറയുന്നത്. ഓക്കെ, നമുക്കറിയാം കാറ്റുകൾ വീശുന്നത് ഉച്ചമർദ്ദം അനുഭവപ്പെടുന്ന ഏരിയയിൽ നിന്ന് ന്യൂനമർദ്ദം അനുഭവപ്പെടുന്ന മേഖലയിലേക്കാണ്. അപ്പോൾ നമ്മൾ ഈ പറയുന്ന നമ്മുടെ എർത്ത് എന്ന് പറയുന്ന പ്ലാനറ്റിന്റെ ആഗോളമർദ്ദ മേഖലകൾക്കിടയിൽ വീശുന്ന കാറ്റാണ് പ്ലാനറ്ററി വിൻസ്. ഓക്കെ, അത് മെയിൻലി ഏതൊക്കെയുണ്ട് എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ട്രേഡ് വിൻസ് അഥവാ വാണിജ്യവാദങ്ങൾ, ദെൻ വെസ്റ്റർലീസ് അഥവാ പശ്ചിമവാദങ്ങൾ, ദെൻ ധ്രുവീയ പൂർവ്വവാദങ്ങൾ, പോളാർ ഈസ്റ്റർലീസ്. ഓക്കെ, അത് എങ്ങനെയാണ് ഫോം ചെയ്യും? നമുക്ക് ഓൾറെഡി മനസ്സിലായി, ഹൈ പ്രഷറിൽ നിന്ന് ലോ പ്രഷറിലേക്ക് കാറ്റ് വീശുകയുള്ളൂ, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം നമുക്കറിയാം, നദേൺ ഹെമിസ്ഫിയറിൽ കാറ്റിന്റെ ഇത് വലത്തോട്ടേക്കായിരിക്കും മൂവ്മെന്റ്. എവിടെയാണോ നിൽക്കുന്നത് അതിന്റെ റൈറ്റ്, സദേൺ ഹെമിസ്ഫിയറിൽ ലെഫ്റ്റ്, അല്ലെ, സദേൺ ഹെമിസ്ഫിയറിൽ ലെഫ്റ്റ് ആയിരിക്കും തിരിയുക എവിടേക്കാണ് മൂവ്മെന്റ്. അപ്പോൾ ഇത് രണ്ടും വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം, ഈ പറയുന്ന പ്ലാനറ്ററി വിൻസ് വരയ്ക്കാൻ എളുപ്പമാണ്. ഇപ്പോൾ ഇക്വേറ്റർ ഇതാണല്ലോ, ഇക്വേറ്റർ ലോ പ്രഷർ ഏരിയ ആണ്, അതിന്റെ മുകളിലുള്ള സംഭവം ഹൈ പ്രഷർ ഏരിയ എന്ന് നമുക്കറിയാം. അപ്പോൾ സ്വാഭാവികമായിട്ട് കാറ്റ് ഹൈ പ്രഷറിൽ നിന്ന് ലോ പ്രഷറിലേക്ക് വീശാൻ പാടുള്ളൂ, അല്ലെ. അപ്പോൾ ഈ ഹൈ പ്രഷറിൽ നിന്ന് ലോ പ്രഷറിലേക്ക് വീശുമ്പോൾ മാത്രമല്ല, നമ്മളൊരു കാര്യം കൂടെ പറഞ്ഞു, നദേൺ ഹെമിസ്ഫിയറിൽ എന്തായിരിക്കണം, അതിന്റെ ഡയറക്ഷൻ വലത്തോട്ടേക്ക് തിരിയണം എന്നുള്ളത് കോറിയോളിസ് ബലത്തിന്റെ ആ ഒരു പ്രഭാവം കാരണം അങ്ങനെ സംഭവിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ വരേണ്ട കാറ്റ് അതെങ്ങനെയാണ്, വലത്തോട്ടേക്കാണ്, കണ്ടോ, വലത്തോട്ടേക്ക് പോകുന്നു. അങ്ങനെയാണ് ഈ ഒരു ഡയറക്ഷൻ വരുന്നത്. ഇത് മുകളിൽ നദേൺ ഹെമിസ്ഫിയറിലെ കാര്യം. അപ്പോൾ സദേൺ ഹെമിസ്ഫിയറിൽ എങ്ങനെയാ, നമുക്കറിയാം ഹൈ പ്രഷറിൽ നിന്ന് ലോ പ്രഷറിലേക്കാണ് കാറ്റ് പോകുന്നത്. അപ്പം ഇങ്ങനെയായിരിക്കണം, പക്ഷെ ഇടത്തോട്ടേക്ക്, കണ്ടോ, ഇടത്തോട്ടേക്ക് എങ്ങനെയാണോ പോകുന്നത് അതിന്റെ ഇടത്തോട്ടേക്കായിരിക്കും പോകുക. അതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് എവിടെ നിന്നാണ് വീശുന്നത്, നമ്മുടെ സബ് ട്രോപ്പിക്കൽ ഏരിയയിൽ നിന്നാണ് വീശുന്നത്, അല്ലെ, സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ഏരിയയിൽ നിന്നാണ്. ഈ കാറ്റിനെയാണ് നമ്മൾ ട്രേഡ് വിൻസ് എന്ന് പറയുന്നത്. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, വാണിജ്യവാദങ്ങൾ. എങ്ങനെയാണ് ആ കാറ്റ് വീശുന്നത് എന്നുള്ളത് നമ്മൾ കണ്ടു. ഇനി ഇതിന്റെ ഒരു പ്രത്യേകത ഇവിടെ പറയുന്നുണ്ട്, ഇരു അർദ്ധഗോളങ്ങളിൽ നിന്നും വീശുന്ന വാണിജ്യവാദങ്ങൾ സംഗമിക്കുന്ന മധ്യരേഖ ന്യൂനമർദ്ദ മേഖല ഇന്റർട്രോപ്പിക്കൽ കൺവേർജൻസ് സോൺ അഥവാ അന്തർ ഉഷ്ണമേഖല സംക്രമണ മേഖല എന്നറിയപ്പെടുന്നു. അതായത് നമ്മൾ കണ്ടല്ലോ, ഇപ്പൊ ഇവിടെ ഈ പിക്ചറിൽ തന്നെ നോക്കുകയാണെങ്കിൽ ഇവിടെ നിന്നും കാറ്റ് വരുന്നുണ്ട്, അതുപോലെ ഇവിടെ നിന്നും വരുന്നുണ്ട്, അല്ലെ. ഇത് രണ്ടും മീറ്റ് ചെയ്യുന്ന ഈ ഒരു ഏരിയനെയാണ് ITCZ ഇന്റർട്രോപ്പിക്കൽ കൺവേർജൻസ് സോൺ, അല്ലെങ്കിൽ ഇവിടെ മലയാളത്തിൽ പറഞ്ഞിട്ടുള്ള പോലെ അന്തർ ഉഷ്ണമേഖല സംക്രമണ മേഖല എന്ന് അറിയപ്പെടുന്നത്. ഇനി ഇവിടെ സൈഡിൽ ഒരു കാര്യം പറയുന്നുണ്ട്, വർഷം മുഴുവനും ഒരേ ദിശയിൽ വീശുന്ന വാണിജ്യവാദങ്ങൾ പഴയ കാലത്ത് പായ്ക്കപ്പലുകളിലും മറ്റുമായി കച്ചവട സാധനങ്ങൾ കൊണ്ടുപോകുന്നതിന് വലിയ സഹായകമായിരുന്നു. സമുദ്ര വാണിജ്യത്തെ സഹായിച്ചിരുന്നതിനാലാവണം അവയ്ക്ക് വാണിജ്യവാദങ്ങൾ എന്ന് പേര് വന്നത്, അഥവാ ട്രേഡ് വിൻസ് എന്ന്. ജർമ്മൻ ഭാഷയിൽ ട്രേഡൻ എന്ന പദത്തിൽ നിന്നാണ് ട്രേഡ് വിൻസ്, ട്രേഡ് എന്നുള്ള ഒരു ഇതിലേക്ക് വന്നത്. അതായത് ഒരേ ദിശയിൽ വീശുന്ന കാറ്റുകൾ, മെയിൻറ്റെയിനിങ് കോൺസ്റ്റന്റ് ഡയറക്ഷൻ എന്നാണ് അതിന്റെ അർത്ഥം. ഓക്കെ, അപ്പോൾ ഇതൊക്കെ SCERT ഫാക്ട്സ് ആണ്, അതുകൊണ്ടാണ് പറഞ്ഞു പോകുന്നത്. ഇനി നമുക്ക് വേണ്ട ഒരു സംഭവമാണ് എന്ത്, വെസ്റ്റർലീസ് അഥവാ പശ്ചിമവാദങ്ങൾ. നമുക്ക് വീണ്ടും ആ ഫിഗറിലോട്ട് തന്നെ പോകാം. എങ്ങനെയാ വരുന്നത് പശ്ചിമവാദങ്ങൾ? നോക്കിയേ, നമുക്കറിയാം ഇത് ലോ പ്രഷർ, ഇത് ഹൈ പ്രഷർ ഏരിയാസ് ആണ്. ആദ്യം നമ്മൾ അത് മാർക്ക് ചെയ്ത് വെക്കുക കേട്ടോ കൃത്യമായിട്ട്, അപ്പം നമുക്ക് ഒരിക്കലും മാറിപ്പോയില്ല. ഈ ഒരു ഏരിയ കംപ്ലീറ്റ് കഴിഞ്ഞു, അല്ലേ. ഇതിപ്പോൾ നമ്മൾ കണ്ടു ട്രേഡ് വിൻസ് ആണ്. ഇനി ഹൈ പ്രഷറിൽ നിന്ന് ലോ പ്രഷറിലേക്ക് ആയിരിക്കണം എന്ത് വീശേണ്ടത്, കാറ്റ് വീശേണ്ടത്. നദേൺ ഹെമിസ്ഫിയറിലാണെങ്കിൽ കൊറിയോളിസ് ബലത്തിന്റെ പ്രഭാവത്താൽ വലത്തോട്ടേക്ക് തിരിക്കണം. അപ്പോൾ നോക്കി, കാറ്റ് ഇങ്ങനെയാണ് വീശുന്നത്, വലത്തോട്ടേക്കല്ലേ. ഹൈ പ്രഷറിൽ നിന്ന് ലോ പ്രഷറിലേക്കുമാണ്. ഇങ്ങനെ ആ ഒരു 30 ഡിഗ്രി അക്ഷാംശ രേഖ, അല്ലെങ്കിൽ എന്താ പറയുക, നമ്മുടെ സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റിന്റെ ആ ഒരു സോണിൽ നിന്ന് ഈ പറയുന്ന സപ്പോളാർ ലോ പ്രഷർ ബെൽറ്റിലേക്ക് വീശുന്ന കാറ്റാണ് എന്ത്, പശ്ചിമവാദങ്ങൾ അഥവാ വെസ്റ്റർലീസ്. വെസ്റ്റ് ഡയറക്ഷനിൽ നിന്ന് വീശുകയാണത്, അല്ലെ. നോക്കി, ഇവിടെ വെസ്റ്റ് ഡയറക്ഷൻ, ഇവിടെ പടിഞ്ഞാറെന്നല്ലേ, അതായത് അതിന്റെ വരുന്ന ഡയറക്ഷൻ വെസ്റ്റിൽ നിന്നല്ലേ, അതുകൊണ്ടാണ് ഇതിനെ വെസ്റ്റർലീസ് എന്ന് വിളിക്കുന്നത് കേട്ടോ. അപ്പൊ അതുപോലെ തന്നെ സദേൺ ഹെമിസ്ഫിയറിൽ നോക്കിയിട്ട് വീശുന്നത് ഇടത്തോട്ടേക്കല്ലേ. അപ്പോൾ അത് എവിടെ നിന്ന് വീശുന്നോ അതിനനുസരിച്ചാണ് അതിന്റെ പേര് വന്നത്, വെസ്റ്റർലീസോ. അപ്പോൾ ഇവിടെ പറയുന്നുണ്ട്, കാറ്റിന്റെ ദിശ ഏറെക്കുറെ പടിഞ്ഞാറ് നിന്നായതുകൊണ്ടാണ് ഇവയ്ക്ക് ആ പേര് വന്നത്. ഇവിടെ ഒരു സ്പെഷ്യൽ ഫാക്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ സദേൺ ഹെമിസ്ഫിയർ ദക്ഷിണാർദ്ധഗോളത്തിലെ പശ്ചിമവാദങ്ങളുടെ ശക്തി ഉത്തരാർദ്ധഗോളത്തിനേക്കാൾ കൂടുതലാണ്. കാരണം എന്താണെന്നറിയോ, ഇവിടെ കോണ്ടിനെൻസ് കുറവാണ്. ഓക്കെ, ഇവിടെ സമുദ്രമാണ് മെയിൻലി. നമുക്കറിയാം ആകെ ഓസ്ട്രേലിയയുടെ കോണ്ടിനെന്റ് ഉണ്ട്, അതുപോലെ കുറച്ച് ഭാഗം ഇവിടുത്തെ കോണ്ടിനെൻസിന്റെ ബാക്കിയൊക്കെ ഉണ്ട്. പക്ഷേ മെയിൻലി നദേൺ ഹെമിസ്ഫിയറെ കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ കോണ്ടിനെൻസിന്റെ സാന്നിധ്യം കുറവാണ്. വൻകരകളുടെ സാന്നിധ്യം കുറവായതുകൊണ്ട് ഇവിടെ കാറ്റിന് വളരെയധികം ശക്തമായിട്ട് തന്നെ വീശാൻ സാധിക്കും. ഓക്കെ, കാറ്റുകളുടെ വേഗത കൂടുതലായിരിക്കും. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇവിടുത്തെ കാറ്റിന് വളരെയധികം സ്പെഷ്യൽ പേരുകളൊക്കെ ഉണ്ട്. അത് 40 ഡിഗ്രി അക്ഷാംശ മേഖലയിൽ വീശുന്ന ആ ഒരു കാറ്റിനെ റോറിംഗ് 40s, അതായത് അത്രയും തീക്ഷ്ണമാണ്, അലറുന്ന കാറ്റ് എന്നുള്ള രീതിയിലൊക്കെയാണ് ആ ഒരു പേര്, റോറിംഗ് 40s. ദെൻ 50s വീശുന്ന 50 ഡിഗ്രി അക്ഷാംശ രേഖകളിൽ വീശുന്ന ഫ്യൂരിയസ് 50s. ദെൻ ഷ്രീക്കിംഗ് 60s, 60 ഡിഗ്രിയിൽ വീശുന്ന
കാറ്റുകൾ. ഷ്രീക്കിംഗ് എന്നാണ് ഇതിൽ കൊടുത്തിട്ടുണ്ട്, സ്ക്രീമിംഗ് 60s എന്നുള്ള രീതിയിലും പറഞ്ഞു കേട്ടിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതാണ് വെസ്റ്റർലീസ്. ഇനി ഈസ്റ്റർലീസ് എന്താണ്? ഈസ്റ്റർലീസ് അതെ നമ്മളുടെ ഇവിടത്തെ ഇത് ലോ പ്രഷർ ആണ് അല്ലെ, ഇത് ഹൈ പ്രഷർ. അപ്പോൾ ഇവിടെ നിന്ന് വലത്തോട്ടേക്ക് വീശുന്ന കാറ്റുകൾ, അതാണ് എന്ത്? ഈസ്റ്റർലീസ്. ഏറെക്കുറെ ഈസ്റ്റർ ഡയറക്ഷനിൽ നിന്ന് വരുന്നത് കൊണ്ട് ഇവയെ നമ്മൾ പോളാർ ഈസ്റ്റർലീസ്, പോളാർ മേഖലയിൽ നിന്നല്ലേ വരുന്നത്, അതുകൊണ്ട് പോളാർ ഈസ്റ്റർലീസ് എന്ന് വിളിക്കുന്നു. അപ്പോൾ അതിന്റെ ബാക്കി കാര്യങ്ങൾ എന്താ ഇവിടെ പറഞ്ഞിട്ടുള്ളത് നമുക്ക് നോക്കാം. ധ്രുവങ്ങളിലെ മഞ്ഞു നിറഞ്ഞ മേഖലകൾ ഉച്ചമർദ്ദ കേന്ദ്രമാണെന്ന് നിങ്ങൾ പഠിച്ചല്ലോ. അവിടെ നിന്ന് ഉഷ്ണമേഖലയെ ലക്ഷ്യമാക്കി വീശുന്ന ഹിമക്കാറ്റുകളാണ് ഇവ. പോളാർ ഈസ്റ്റർലീസ് എന്ന് വിളിക്കുന്നു. വടക്കേ അമേരിക്ക, വടക്കൻ യൂറോപ്യൻ രാജ്യങ്ങൾ, റഷ്യ എന്നീ മേഖലകളിലെ കാലാവസ്ഥ നിർണ്ണയിക്കുന്നതിന് മെയിൻ കാറ്റുന്നതിന് വളരെ വലിയ പങ്ക് ഈ പറയുന്ന കാറ്റുകൾക്ക് ഉണ്ട്. ഓക്കെ, ദെൻ നെക്സ്റ്റ് പീരിയോഡിക് വിൻസ് അഥവാ കാലികവാദങ്ങൾ. എന്താണ് കാലികവാദങ്ങൾ? നമ്മൾ നേരത്തെ കണ്ടു. അതായത് സീസണൽ വിൻസ് എന്നും വിളിക്കാറുണ്ട് കേട്ടോ. ഇത് ഇടവേളകളിൽ മാത്രം ആവർത്തിച്ചുണ്ടാകുന്ന കാറ്റുകളാണ് ഇവ. ഓക്കെ, ഋതുക്കളിലോ ദൈനംദിനമോ ആവർത്തിക്കുന്ന കാലികവാദങ്ങളുണ്ട്. അപ്പോൾ അതിനുള്ള ഉദാഹരണമാണ് മൺസൂൺ കാറ്റുകൾ. അപ്പോൾ എന്താണ് മൺസൂൺ എന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. മൗസിം എന്ന അറബി പദത്തിൽ നിന്നാണ് മൺസൂൺ എന്ന പദം രൂപപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ കാലത്തിനനുസരിച്ച് ദിശ മാറുന്ന കാറ്റുകളാണ് ഇവ എന്നുള്ളത് ഞാൻ മുൻപേ പറഞ്ഞു അല്ലെ. അപ്പോൾ കാറ്റിന്റെ ഗതി വിപരീതമാകുന്ന ഒരു പ്രതിഭാസമാണ് മൺസൂൺ. ഒരു ഡെഫിനിഷൻ ഇങ്ങനെ കൊടുക്കാണ്, ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ശരിയോ തെറ്റോ എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ശരിയാണെന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ ശരിയാണ്. കാറ്റിന്റെ ഗതി വിപരീതമാകുന്ന പ്രതിമാസമാണ് മൺസൂൺ. പണ്ഡിതനായ ഹിപ്പാലസ് ആണ് മൺസൂൺ കാറ്റുകളുടെ ഗതി മാറ്റം ആദ്യമായി നിരീക്ഷിച്ചത്. അപ്പോൾ ചിലപ്പോൾ ഈ പീരിയോഡിക് മീൻസിനെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനയിൽ ശരിയത് എന്നുള്ള ചോദിച്ചിട്ട് ഇങ്ങനെയൊക്കെ വരാം. കാറ്റിന്റെ ഗതി വിപരീതമാകുന്ന പ്രതിഭാസമാണ് മൺസൂൺ എന്നറിയപ്പെടുന്നത്. അറബി പണ്ഡിതനായ ഹിപ്പാലസ് ആണ് മൺസൂൺ കാറ്റുകൾ എന്നുള്ള ഒരു മൺസൂൺ കാറ്റുകളുടെ ഗതിമാറ്റം ആദ്യമായി നിരീക്ഷിച്ചത് എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ സ്റ്റേറ്റ്മെന്റ്സ് വരാം. അതുകൊണ്ട് ഈ പറയുന്നതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. എന്തുകൊണ്ട് മൺസൂൺ ഉണ്ടാകുന്നു? അതിന്റെ പിന്നിലുള്ള കാരണം സൂര്യന്റെ അയനം, കോറിയോളിസ് പ്രഭാവം, തപനത്തിൽ അതായത് ചൂടാകുന്നതിലെ വ്യത്യാസം, ഇതൊക്കെയാണ് മെയിൻ കാരണം. അപ്പോൾ ഇവിടെ സൈഡിൽ പറയുന്നുണ്ട്, കാളിദാസന്റെ മേഘസന്ദേശം കാവ്യം യഥാർത്ഥത്തിൽ കാലത്തിനൊത്ത് ദിശ മാറുന്ന മൺസൂൺ കാറ്റുകളുടെ കയ്യിൽ സന്ദേശം കൊടുത്തയക്കുന്നു എന്ന ഭാവനയാണത്രേ. ചിലപ്പോൾ അങ്ങനെ ചോദിക്കാട്ടോ, ഇങ്ങനെ പറഞ്ഞിട്ടില്ല. മലയാളത്തിലെ ഒരു അച്ചുതണ്ടിന്റെ ചെരിവ് നിമിത്തം സൂര്യരശ്മികൾ ചില മാസങ്ങളിൽ ഭൂമധ്യരേഖയ്ക്ക് വടക്കായിരിക്കും ലംബമായി പതിക്കുക. ഓക്കെ, നമുക്കറിയാം അച്ചുതണ്ടിന്റെ ആ ഒരു ചെറിയ വ്യത്യാസമൊക്കെ നമ്മൾ മുൻപത്തെ ആ ഒരു ചാപ്റ്ററിൽ കണ്ടു. അപ്പോൾ സൂര്യരശ്മികൾ എക്സാക്ട്ലി ഭൂമധ്യരേഖയ്ക്ക് വരണം എന്നുള്ളതിന് പകരം അത് കുറച്ചുകൂടെ വടക്കായിട്ടായിരിക്കും. അപ്പോൾ ഈ പ്രദേശങ്ങളിലെ താപനില വർദ്ധിക്കും അല്ലെ. അപ്പോൾ അതിനനുസരിച്ച് മർദ്ദമേഖല അങ്ങോട്ടേക്ക് ഒന്ന് ഷിഫ്റ്റ് ചെയ്യും അല്ലെ, ഒന്ന് മാറും, വടക്കോട്ടേക്ക് ഒന്ന് സ്ഥാനം മാറും. ഉത്തരാർദ്ധഗോളത്തിലെ വേനൽക്കാലത്ത് മധ്യരേഖാ ന്യൂനമർദ്ദ മേഖല അഥവാ ഇന്റർട്രോപ്പിക്കൽ കൺവെർജൻസ് സോൺ വടക്കോട്ട് നീങ്ങുമ്പോൾ തെക്ക് കിഴക്കൻ വാണിജ്യവാദങ്ങളും മധ്യരേഖ കടന്ന് വടക്കോട്ടേക്ക് നീങ്ങും. അങ്ങനെ മധ്യരേഖ കടക്കുന്നതോടെ തെക്കുകിഴക്കൻ വാണിജ്യവാദങ്ങൾ കോറിയോളിസ് പ്രഭാവം മൂലം ദിശാവ്യതിയാനം സംഭവിച്ച് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകളായി രൂപാന്തരം പ്രാപിക്കുന്നു. എന്താണ് ഇവിടെ പറഞ്ഞത്? സൂര്യന്റെ റേസ് ഈ പറയുന്ന രീതിയിൽ ഇക്വേറ്ററിൽ ലഭിക്കുന്നതിന് പകരം കുറച്ചൊന്ന് മാറി അങ്ങോട്ട് ഒന്ന് ഷിഫ്റ്റ് ചെയ്ത് വടക്കോട്ടേക്ക് കിട്ടും. വടക്കോട്ടേക്ക് കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ എന്ത് സംഭവിക്കും? ഇത് ഷിഫ്റ്റ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ പറഞ്ഞ ഇന്റർട്രോപ്പിക്കൽ കൺവെർജൻസ് സോണും ഒന്ന് വടക്കോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യും. ഓക്കെ, നമുക്കറിയാം ഇക്വേറ്ററിന്റെ മുകളിലും താഴെയായിട്ട് നോക്കാം. ഇതാണ് ഹൈ പ്രഷർ ബെൽറ്റ് കേട്ടോ, ഈ ഒരു ഏരിയ. ഇത് ഹൈ പ്രഷർ ബെൽറ്റ് തന്നെയാണ് നോർത്തിലും സൗത്തിലുമായിട്ട്. ദെൻ നമ്മളുടെ ഇക്വേറ്റർ അല്ലെ, ഇവിടെ ലോ പ്രഷർ ബെൽറ്റ് ആണ്. നമുക്കറിയാം കാറ്റിന്റെ ദിശ എങ്ങനെയാണ്? വലത്തോട്ടേക്ക്, ഇവിടെ നിന്ന് ഇങ്ങോട്ടും ഇവിടെ നിന്ന് ഇങ്ങനെയാണ് കാറ്റ് വീശിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ പക്ഷെ എന്ത് പറ്റി? സൂര്യന്റെ റേസ് കുറച്ചൊന്ന് ഈ പറയുന്ന ഇക്വേറ്ററിൽ നിന്ന് കുറച്ചും കൂടെ അങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്ത രീതിയിലേക്ക് കിട്ടി. കുറച്ചൊന്ന് അങ്ങോട്ടേക്ക് അച്ചുതണ്ടിന്റെ ചരിവൊക്കെ കാരണം കുറച്ചൊന്ന് വടക്കോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഇവിടെ വരുന്ന നമ്മളൊരു ഇന്റർട്രോപ്പിക്കൽ കൺവെർജൻസ് ആണ്, ഇത് മീറ്റ് ചെയ്ത ഒരു സ്ഥലം പറഞ്ഞല്ലോ, അത് ഒന്നും കൂടി മുകളിലോട്ട് ഷിഫ്റ്റ് ചെയ്യും, കുറച്ചും കൂടെ വടക്കോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യും. വടക്കോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഇവിടെ നിന്ന് വീശിക്കൊണ്ടിരുന്ന ഈ കാറ്റുണ്ടല്ലോ, നമ്മളുടെ സദേൺ ഹെമിസ്ഫിയറിൽ നിന്ന് വീശിക്കൊണ്ടിരുന്ന ഈ പറയുന്ന ട്രേഡ് വിൻസ് ഉണ്ടല്ലോ, അത് ഇക്വേറ്റർ കടന്ന് എവിടേക്ക് എത്തും? ഈ പറയുന്ന നമ്മളുടെ മുകളിലോട്ട്, അതായത് ഇക്വേറ്റർ കടന്ന് ഇങ്ങോട്ടേക്ക് വരും. പക്ഷെ നമുക്കറിയാം നദേൺ ഹെമിസ്ഫിയറിൽ ഇതിന്റെ ഡയറക്ഷൻ മാറണം. അപ്പൊ അതെങ്ങനെ ഡയറക്ഷൻ മാറും? വലത്തോട്ടേക്ക് ഡയറക്ഷൻ മാറി വരും. ഇങ്ങനെ വരുന്ന ഈ ഒരു കാറ്റാണ് എന്ത്? ആക്ച്വലി സൗത്ത് വെസ്റ്റ് മൺസൂൺ എന്ന് പറയുന്നത്. അത് വന്നത് സൗത്ത് വെസ്റ്റ് ഡയറക്ഷനിൽ നിന്ന്. കണ്ടോ, ഇവിടെ നിന്നാണ് വന്നത്. ആക്ച്വലി സൗത്ത് വെസ്റ്റ് ഡയറക്ഷനിൽ നിന്ന് വന്നുകൊണ്ടാണ് അതിനെ സൗത്ത് വെസ്റ്റ് മൺസൂൺ എന്ന് പറയുന്നത്. അതാണ് ഇവർ ഈ കഥ പോലെ വിവരിച്ച് വെച്ചേക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒന്നുകൂടെ നോക്കിയാൽ നിങ്ങൾക്ക് വായിച്ചു നോക്കിയാൽ മനസ്സിലാകും. അങ്ങനെയാണ് സംഭവിക്കുന്നത്. അപ്പോൾ അത് എന്തുണ്ടാക്കും? അതാണ് ഇവിടെ പറയുന്നത്. ഉയർന്ന പകൽ ചൂട് നിമിത്തം കരയുടെ മുകളിൽ രൂപം കൊള്ളുന്ന ന്യൂനമർദ്ദം സമുദ്രോപരിതലത്തിലൂടെ വീശുന്ന ഈ കാറ്റുകളെ അങ്ങോട്ടേക്ക് ആകർഷിക്കുന്നതും തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകൾക്ക് കാരണമാകുന്നു. അപ്പോൾ ഉയർന്ന പകൽ ചൂട്, വളരെയധികം ചൂടാണ്. അതുകൊണ്ട് കരയുടെ മുകളിൽ ചൂട് വരുമ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ ന്യൂനമർദ്ദമായിരിക്കും അല്ലെ, ന്യൂനമർദ്ദമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഹൈ പ്രഷറിൽ നിന്നുള്ള കാറ്റ് ലോ പ്രഷറിലോട്ട് വരണമല്ലോ. അപ്പോൾ എന്ത് സംഭവിക്കും? സമുദ്രോപരിതലത്തിലൂടെ വീശുന്ന ഈ കാറ്റുകളെ അങ്ങോട്ടേക്ക് ആകർഷിക്കും. ഓക്കെ, സമുദ്രോപരിതലത്തിൽ മര്യാദയ്ക്ക് വീശിക്കൊണ്ടിരുന്ന കാറ്റ് ഇവിടെ ഈ ഉയർന്ന ചൂട് വന്നുകൊണ്ട് കരയുടെ ഭാഗത്ത് എന്ത് സംഭവിച്ചു? വളരെയധികം ന്യൂനമർദ്ദമായി. അപ്പോൾ സമുദ്രോപരിതലത്തിലൂടെ വീശുന്ന കാറ്റ് അവിടേക്ക് പോകും. ലോ പ്രഷർ ഏരിയയിലേക്ക് പോകുമ്പോൾ എന്ത് സംഭവിക്കും? കാറ്റ് അങ്ങോട്ടേക്ക് വീശും. അപ്പോൾ അതാണ് സൗത്ത് വെസ്റ്റ് മൺസൂണിന് കാരണം. അതാണ് അവർ ഈ പിക്ചറിൽ ഇവിടെ കാണിച്ചിട്ടുണ്ട് എങ്ങനെയാണ് അത് അതിന്റെ ഡയറക്ഷൻ എന്നുള്ളത് ഏതാണ് എന്നുള്ള രീതിയിലൊക്കെ ചോദിക്കാം. SCERT ടെക്സ്റ്റിലൊക്കെ പറഞ്ഞു പോയിട്ടുണ്ടല്ലോ. അപ്പൊ അതൊന്ന് മനസ്സിലാക്കി. നമ്മൾ സൗത്ത് വെസ്റ്റ് മൺസൂൺ അഥവാ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ ആണ് വേണ്ടത്. ഇനി എന്ത് സംഭവിക്കും? ഉത്തരാർദ്ധഗോളത്തിൽ. ഇനി അടുത്ത കാര്യം പറയാണ്, ഉത്തരാർദ്ധഗോളത്തിലെ വൻകരകൾക്ക് മേൽ ശൈത്യകാലത്ത് വിന്റർ സീസൺ ആകുമ്പോൾ എന്ത് സംഭവിക്കും? ഉച്ചമർദ്ദ മേഖലകൾ രൂപപ്പെടുന്നതിന്റെ ഫലമായിട്ട്, അതായത് ചൂട് കൂടി നമ്മൾ ശൈത്യകാലത്ത് എന്ത് സംഭവിക്കും? ഹൈ പ്രഷർ ആയിരിക്കും അല്ലെ.
ചൂടല്ലല്ലോ, ചൂട് കുറവെന്നല്ലേ പറഞ്ഞത്. ഹൈ പ്രഷർ ഏരിയ വരുമ്പോൾ ഏഷ്യ വൻകരയ്ക്ക് മുകളിൽ എന്ത് സംഭവിക്കും? ഹൈ പ്രഷർ ആയിരിക്കും. അതായത് ശൈത്യകാലത്ത് ഇവിടെ ഈ പിക്ചറിൽ കാണിച്ചിരിക്കുന്ന പോലെ ഈ ഏരിയയിൽ നമ്മുടെ ഏഷ്യയുടെ ഭാഗത്ത് എന്ത് സംഭവിക്കും? ഹൈ പ്രഷർ ഏരിയ ആയിരിക്കും വിന്റർ സീസണിൽ. അപ്പോൾ കമ്പയർഡ് ടു സമുദ്രത്തിന് അപ്പോൾ ലോ പ്രഷർ ആയിരിക്കും. അങ്ങനെ നോക്കുമ്പോൾ കരയുടെ ഭാഗത്ത് നിന്ന് ഇങ്ങോട്ട് വീശണം, ലോ പ്രഷർ ഏരിയയിലേക്ക് കാറ്റ് വീശണം അല്ലേ? കാരണം ഹൈ പ്രഷറിൽ നിന്ന് ലോ പ്രഷറിലേക്ക് അയക്കണം. ശൈത്യകാലത്ത് ഏഷ്യയുടെ ഭാഗങ്ങളിൽ വളരെയധികം തണുപ്പ് ഉള്ള ഒരു അവസ്ഥയായതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? ഉച്ചവർദ്ധമാകുന്നു. അപ്പോൾ അതിനെ കമ്പയർ ചെയ്യുമ്പോൾ സമുദ്രത്തിന്റെ ഭാഗം ലോ പ്രഷറാണ്. അങ്ങനെ ഈ കാറ്റ് ഈ ഡയറക്ഷനിൽ, നോർത്ത് ഈസ്റ്റ് ഡയറക്ഷനിൽ നിന്ന് വീശുന്നു. വടക്ക് കിഴക്ക് ഭാഗത്ത് അല്ലെങ്കിൽ ആ ഒരു ദിശയിൽ നിന്ന് വീശുന്നതുകൊണ്ട് ഇതിനെ നോർത്ത് ഈസ്റ്റ് മൺസൂൺ എന്ന് വിളിക്കുന്നു, അഥവാ വടക്ക് കിഴക്കൻ മൺസൂൺ. ആക്ച്വലി സീസണൽ റിവേഴ്സൽ എന്നൊക്കെ പറയാറുണ്ട്. അതായത് ഈ പറയുന്ന സൗത്ത് വെസ്റ്റ് മൺസൂൺ ഉണ്ടല്ലോ, അത് 2 ബ്രാഞ്ചായിട്ടൊക്കെ പോകും. അത് തന്നെ അവിടെ പോയിട്ട് തിരിച്ച് ആ ഒരു ടൈം ആകുമ്പോൾ തിരിച്ചു വരുന്നുള്ള രീതിയിലൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അത് നമ്മൾ ഹിമാലയാസിന്റെ ആ ഒരു ആൻഡ് കടൽ, കര പെട്ടെന്ന് ചൂടാവും, തണുക്കും. പകൽ സമയത്ത് ഇവിടെ നിന്ന് ഉയർന്നു പൊങ്ങുന്ന വായു ചൂട് കാരണം ഉയർന്നു പൊങ്ങി. അപ്പോൾ ഇവിടെ എന്തായി? ലോ പ്രഷറായി. കടലപ്പോൾ കമ്പയർഡ് ടു ദിസ് ഹൈ പ്രഷറാണ്. അപ്പോൾ കാറ്റ് ഇങ്ങനെയായിരിക്കും വീശുക അല്ലെ? കാറ്റ് ഹൈ പ്രഷറിൽ നിന്ന് ലോ പ്രഷറിൽ. അതുകൊണ്ടാണ് നമ്മൾ പകൽ സമയത്ത് കടൽ തീരത്ത് പോയി നിൽക്കുമ്പോൾ നമുക്ക് കാറ്റേക്കാൻ കാരണം ഈ പറയുന്ന സീ ബ്രീസ് ആണ്. സീയിൽ നിന്ന് വീശുന്നത് കൊണ്ടത് സീ ബ്രീസ്, കടൽ കാറ്റ്. ഇത് ഡേയിലത്തെ കാര്യം. ഇനി നൈറ്റ് ആകുമ്പോൾ എന്താ സംഭവിക്കാം? നൈറ്റ് ആകുമ്പോൾ കര പതുക്കെ തണുക്കുള്ളൂ. കര പെട്ടെന്ന് തണുക്കും അല്ലെ? പെട്ടെന്ന് തന്നെ ഇവിടെ തണുപ്പ് വന്നു. അപ്പോൾ ഹൈ പ്രഷറായി. ഇവിടെ കടലപ്പോൾ പതുക്കെ തണുത്തോണ്ടിരിക്കുകയാണ്, ലോ പ്രഷറാണ്. അപ്പോൾ ഇവിടെ നിന്ന് കരയെന്ന് വീശുന്ന ഈ കാറ്റ് എന്തായിരിക്കും? കരക്കാറ്റ് അഥവാ ലാൻഡ് ബ്രീസ് ആയിരിക്കും. ഓക്കെ, ഇതാണ് ഇവിടെ പറഞ്ഞത്. പിന്നെയുള്ളതാണ് മൗണ്ടൻ ബ്രീസും വാലി ബ്രീസും എന്നൊക്കെ പറയുന്നത്. അവിടെ എന്താ സംഭവിക്കുന്നത്? പകൽ സമയത്ത് പർവ്വത മുകളിൽ എന്തായിരിക്കും? ഭയങ്കരമായിട്ട് ചൂട് കിട്ടും. ചൂട് കാരണം ഇത്തിരി ഇവിടെ ഹൈറ്റുള്ള ഏരിയയില്ലേ പർവ്വത മേഖല എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ചൂട് നല്ലോണം കിട്ടുന്നുണ്ട്. അതുകൊണ്ട് വായു പെട്ടെന്ന് തന്നെ എന്താണ് മുകളിലോട്ട് ഉയരുന്നു. അതുകൊണ്ട് അവിടെ എന്തായി? ലോ പ്രഷർ സോണായി അല്ലെ? ലോ പ്രഷർ സോൺ ആകുമ്പോൾ ഹൈ പ്രഷർ സോണി താഴെയായിരിക്കും ഹൈ പ്രഷർ, അവിടെ നിന്ന് വീശും. അപ്പോൾ താഴേന്നാണ് വീശുക കാറ്റ്. താഴ്വാരങ്ങളിൽ നിന്ന് കാറ്റ് വീശുന്നത് കൊണ്ട് അത് വാലി ബ്രീസ് എന്നറിയപ്പെടും. എന്നാൽ രാത്രി കാലത്ത് ഈ പർവ്വതത്തിന്റെ ഭാഗം പെട്ടെന്ന് തണുക്കുമ്പോൾ എന്ത് സംഭവിക്കും? തണുത്ത വായുവിന് ഭാരം കൂടുതലാണ് അല്ലെ? ഭാരം കൂടുതലാകുമ്പോൾ താഴേക്ക് വീശണം. ഇത് ഹൈ പ്രഷർ ഏരിയ ആവും, ഇത് ലോ പ്രഷർ ആയിരിക്കും. അപ്പോൾ മൗണ്ടൈനിന്റെ മുകളിൽ നിന്ന് വീശുന്നതുകൊണ്ട് മൗണ്ടൻ ബ്രീസ്. ഇതൊന്നും കൂടുതൽ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരേണ്ട ആവശ്യം വരില്ല, കാരണം നിങ്ങൾക്ക് നല്ലവണ്ണം അറിയാവുന്ന ഏരിയാസ് ആണ് ഇതൊക്കെ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ ഒരു ചാപ്റ്റർ ഇത്തിരി വലുതായതുകൊണ്ട് ഇനി ലോക്കൽ വിൻസും അതുപോലെ തന്നെ എന്ന് പറയുന്ന 2 ഏരിയാസും കൂടി ഉണ്ട്. അത് കുറച്ചും കൂടെ പേരുകൾ നമ്മൾ നല്ലോണം നോക്കേണ്ട ഒരു ഏരിയാസ് ആണ്. അപ്പോൾ അത് നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ പറയാം കേട്ടോ. ഇന്നത്തേക്ക് നമ്മൾ വിൻസിന്റെ ഇത്രയും നോക്കാമെന്ന് വിചാരിക്കുന്നു. കാരണം കുറച്ചും കൂടെ മനസ്സിരുത്തി നോക്കേണ്ടതാണ്. ഇന്ന് ഇത്രയും കാര്യങ്ങൾ പഠിച്ചുകൊണ്ട് നമുക്ക് ബാക്കിയുള്ള പോർഷൻ നെക്സ്റ്റ് ഒരു ഇതിൽ പഠിക്കാം. അതോടുകൂടി ഈ ചാപ്റ്റർ കഴിയും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ ടെക്സ്റ്റ് ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും. അറിയാവുന്നവരാണ് ഈ ടെക്സ്റ്റ് കേട്ടുവിടുക. ഇനി അറിയാത്തവരാണെങ്കിൽ ഒന്നും കൂടെ ഇത് കേട്ടതിന് ശേഷം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്നവർക്ക് ഏറ്റവും മനസ്സിലാവുന്ന ആരുടെ ആണെങ്കിലും കേൾക്കുക. അതിനുശേഷം നല്ലോണം ടെക്സ്റ്റ് വായിക്കുക. ഇത് എപ്പോഴും ചോദിക്കുന്ന ഒരു ഏരിയയാണ് ഈ പറയുന്ന വേൾഡ് ജോഗ്രഫിയിൽ ഈ ഒരു രീതി. ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് പഠിച്ചു മാറ്റാൻ പറ്റുന്ന പോർഷൻസ് ആട്ടോ. അപ്പോൾ നമ്മൾ പ്രിലിംസിന് നോക്കിയിട്ടുണ്ടായിരുന്നല്ലോ, അതുകൊണ്ടാണ് ഈ ഒരു വേൾഡ് ജോഗ്രഫിയിൽ തന്നെ 2-3 ചാപ്റ്റേഴ്സ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോക്കാമെന്ന് വെച്ചാൽ 10ാം ക്ലാസ്സിന് ബേസ് ചെയ്തിട്ടുള്ള ഇതിൽ നിന്ന് ഇഷ്ടംപോലെ ചോദിക്കാം. അതുകൊണ്ടാണ് കേട്ടോ ഇന്നത് നോക്കിയത്. ഇനി അങ്ങോട്ടുള്ള നമുക്ക് ഇതിന്റെ ബാക്കി ഇപ്പോൾ ഈ ചാപ്റ്ററിന്റെ കുറച്ചും കൂടെ മതി തീരാൻ. വേരിയബിൾ മീൻസ് അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷൻ. പേര് വെച്ചിട്ട് സ്ഥിരം ചോദിക്കാറുണ്ട്. ചിലപ്പോൾ കുറച്ചുകൂടെ ഡിഫിക്കൽട്ട് ആയിട്ട് ചോദിക്കാം സൈക്ലോണിന്റെ ഏരിയ. അപ്പോൾ അത് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് നോക്കേണ്ടതുണ്ട്. അപ്പോൾ അത് നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ പറയാം. ഒപ്പം നമ്മൾ പറഞ്ഞ കറണ്ട് അഫയേഴ്സ് ഫെബ്രുവരി 2024 അല്ലേ നമ്മൾ പറയുന്നത്, അതും അതുപോലെ തന്നെ കഴിഞ്ഞ ജനുവരി 2025 റിലീസ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റൻസ് നമുക്ക് നോക്കാം നെക്സ്റ്റത്തെ വീഡിയോസുകളിലൊക്കെ ആയിട്ട്. അത് നമ്മൾ പെൻഡിംഗ് ആയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് കൂടുതൽ ഫോക്കസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റൻസ് നമുക്ക് ചെയ്യണം. കാരണം കറണ്ട് അഫയേഴ്സിൻ്റെയും നമ്മൾ ഇപ്പോൾ തന്നെ ചെയ്ത് തുടങ്ങണം. എന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു 20 മാർക്സിന്റെ ഏരിയ നല്ല സ്ട്രോങ് ആക്കാൻ പറ്റുള്ളൂ കേട്ടോ. അതുകൊണ്ട് നമ്മൾ ജനുവരി 2024 ഒരുവിധം കറണ്ട് അഫയേഴ്സിന്റെ ക്വസ്റ്റൻസ് ടെസ്റ്റ് സീരീസിൽ കുറച്ചൊക്കെ നോക്കി, ബാക്കി നിങ്ങൾ എങ്ങനെയാണ് അവൈലബിൾ ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സിന്റെ അതൊക്കെ നോക്കി. ഇനി ഫെബ്രുവരിയുടെ ഈ ഒരു ഏരിയ 2024 അതുപോലെ ജനുവരി 2025 ഏരിയാസിനുള്ള കുറച്ചധികം ക്വസ്റ്റൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ഇതിലൊക്കെ ആയിട്ട്. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. താങ്ക് യു.